ओम शांति शांति। ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चल पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति शांति। ओम शांति। ओम शांति। ശുഭാബ കയ്യാതി. ബാബയുടെ ഇന്നത്തെ മഹാവാക്യ ഡേറ്റാണ് 12/1/2026. ബാബയുടെ മധുര മഹാവാക്യം: मीठे बच्चे, तुम्हें पावन दुनिया में चलना है, इसलिए काम महाशत्रु पर जीत पानी है। काम जीत जगत जीत बनना. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ പാവന ലോകത്തേക്ക് പോകണമെങ്കിൽ കാമമാകുന്ന മഹാശത്രുവിന്മേൽ വിജയം പ്രാപിക്കണം. കാമമാകുന്ന മഹാശത്രുവിന്മേൽ വിജയം പ്രാപിക്കണം. കാമത്തെ ജയിച്ചവരും ജഗത്തിനെ ജയിക്കുന്നവരും ആയിത്തീരണം. കാമത്തെ ജയിക്കുന്നവരും ജഗത്തിനെ ജയിക്കുന്നവനും ആയിത്തീരണം. प्रश्न: हर एक अपनी एक्टिविटी से कौन सा साक्षात्कार सबको करा सकते हैं? ബാബയുടെ ചോദ്യം ഇതാണ്: നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തിയിലൂടെ എന്ത് സാക്ഷാത്കാരമാണ് സർവർക്കും ചെയ്യിപ്പിക്കുവാൻ സാധിക്കുക? നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തി അഥവാ കർമ്മത്തിലൂടെ
മറ്റുള്ളവർക്ക് എന്ത് സാക്ഷാത്കാരമാണ് ചെയ്യിക്കുവാൻ സാധിക്കുക? അല്ലേ? നമ്മളുടെ വേഷധാരണയിലൂടെയല്ല നമ്മളുടെ വ്യക്തിത്വം തെളിയിക്കപ്പെടാം. അപ്പോൾ ബാപ്പണ് നിങ്ങളുടെ കർമ്മത്തിലൂടെ, പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് എന്താണ് തെളിയിക്കപ്പെടുന്നത്, അവർക്ക് എന്താണ് നമ്മളിലൂടെ സാക്ഷാത്കാരം ഉണ്ടാവുക? ഉത്ത मैं हंस हूँ या बगुला हूँ, हर एक अपनी एक्टिविटी से सबको साक्षात्कार करा सकते हैं. ഞാൻ അരയന്നമായിരിക്കുന്നുവോ അഥവാ കൊക്കായി മാറിയിരിക്കുന്നുവോ, ഇത് നാം ഓരോരുത്തരുടെയും പ്രവൃത്തിയിലൂടെയാണ് സർവർക്കും സാക്ഷാത്കരിക്കാൻ സാധിക്കുക. മറ്റുള്ളവർക്ക് നമ്മളുടെ ബോധ്യപ്പെടുന്നത് ഞാൻ എത്രമാത്രം അരയന്നമായിട്ടുണ്ട് അഥവാ ഇനിയും കൊക്ക് തന്നെ ആയിട്ടുണ്ടോ. ക്യോങ്കി ഹംസ് കബി കിസി കോ ദുഃഖ് നഹി ദേംഗെ ബഗുലെ ദുഃഖ് ദേത്തേ ഹെ. കാരണം ഹംസം അഥവാ അരയന്നങ്ങൾ ഒരിക്കലും ആർക്കും ദുഃഖം നൽകാറില്ല. അതേസമയത്ത് കൊക്കാണെങ്കിലോ, കൊക്കോ കൊച്ചയോ എന്നൊക്കെയോ പറയുമല്ലോ, പല പേരുകളാണ്. അപ്പം അത് മറ്റുള്ളവർക്ക് ദുഃഖം നൽകും. വോ വികാരി ഹോത്തേ ഹെ. കൊക്കുകൾ എന്ന് പറയുമ്പോൾ ബാബപ്പണ് അവർ വികാരികളായിരിക്കും. തും ബച്ചേ അഭി ബഗുലേ സെ ഹംസ് ബനീ ഹോ. എന്നാൽ നമ്മൾ കുട്ടികൾ ഇപ്പോൾ ബാബ പറയാണ് കൊക്കിൽ നിന്നും അരയന്നങ്ങളായിരിക്കുകയാണ്. തും പാരസ് ബുദ്ധി ബന്നേ വാലെ ബച്ചോ കാ കർത്തവ്യ ഹെ സബ്കോ പാരസ് ബുദ്ധി ബനാന. അപ്പോൾ ബാപ്പണ് നിങ്ങൾ പവിഴബുദ്ധിയുള്ള മക്കളാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർത്തവ്യം കൂടി എന്തായിരിക്കണം? മറ്റുള്ളവരുടെ ബുദ്ധിയെയും പവിഴമുള്ളതാക്കി മാറ്റുവാൻ ആയിരിക്കാം. അപ്പം അതുകൊണ്ട് ബാപ്പണ് നമ്മളുടെ കർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രത്യക്ഷപ്പെടുന്നത് എന്താണ്? നമ്മൾ കൊക്കായിട്ടുണ്ടോ അല്ലെങ്കിൽ അരയനായിട്ടുണ്ടോ എന്നുള്ളതാണ് തെളിയിക്കപ്പെടുന്നത്. ഓം ശാന്തി. ജബ് ഓം ശാന്തി കഹാ ജാത്താ തോ അപ്നാ സ്വധർമ്മ യാദ് പടുത്താ. അപ്പോൾ ബാപ്പണ് ഓം ശാന്തി എന്ന് ജസ്റ്റ് നമ്മളൊരു പേരിനല്ലല്ലോ പറയുന്നത്, വിഷയുന്നത്. ബാപ്പണ് ഓം ശാന്തി എന്ന് പറയുമ്പോൾ തൻ്റെ സ്വധർമ്മത്തെയാണ് ഓർമ്മയിൽ വരേണ്ടത്. घर की भी याद आती है परंतु घर में बैठा तो नहीं जाना. അപ്പോൾ ബാബ പറഞ്ഞു തരണ വീടിൻ്റെ ഓർമ്മയല്ലേ നമുക്ക് ഉണ്ടാവും ഓം ശാന്തി എന്ന് പറയുമ്പോൾ. എന്നാലോ നമുക്ക് സ്ഥിരമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും സാധ്യമല്ല. എന്താ? നമ്മൾ വീണ്ടും പാർട്ട് അഭിനയിക്കാൻ വരണം. ബാപ്കെ ബച്ചേ ഹേ തോ ജറൂർ അപ്നാ സ്വർഗ് ബി യാദ് കർനാ പടേ. ബാബ പറയണ നമ്മൾ അച്ഛൻ്റെ മക്കളാണ്, അതുകൊണ്ട് വീട് മാത്രമല്ല നമ്മുടെ അവകാശം എന്താണ്? സ്വത്താണ്, സത്യുഗമാണ്. അപ്പോൾ ബാപ്പണ ആ സ്വർഗത്തിൻ്റെ ഓർമ്മയും നമ്മുടെ ഉള്ളിലുണ്ടാകണം. तो ओम शांति कहने से ये सारा ज्ञान बुद्धि में आ जाता. അപ്പോൾ ബാപ്പണ് ഓം ശാന്തി എന്ന് പറയുന്നതിലൂടെ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിയിൽ വ്യക്തമാകും. मैं आत्मा शांत स्वरूप हूँ, शांति के सागर बाप का बच्चा हूँ. അപ്പോൾ ഓം ശാന്തി എന്ന് പറയുമ്പോൾ തന്നെ എന്തൊക്കെ ഓർമ്മ വരും? ഞാൻ ശാന്തസ്വരൂപനാണ്, ശാന്തിയുടെ സാഗരനായിരിക്കുന്ന ബാബയുടെ സന്താനമാണ്. जो बाप स्वर्ग स्थापन करते वो बाप ही सबको पवित्र शांत स्वरूप बनाते हैं. അപ്പോൾ ഏത് ബാബയാണോ സ്വർഗം സ്ഥാപിക്കുന്നത് അതേ ബാബ തന്നെയാണ് നമ്മൾ കുട്ടികളെ പവിത്ര സ്വരൂപരും ശാന്തസ്വരൂപരുമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമാണ് പവിത്രതയ്ക്ക്. മുഖ്യ ദുനിയാ ഹി പവിത്ര ഒരു അപവിത്ര ബന്തി. അപ്പോൾ ബാപ്പണ് ഇവിടെ വളരെയധികം പ്രാധാന്യം ബാബ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ തന്നെ എന്താ? പവിത്രതയാണ്. അപ്പോൾ ബാപ്പണ് ഈ ലോകം പവിത്രവും അപവിത്രവുമായി മാറും. പവിത്ര ലോകത്തിൽ ബാബ പറഞ്ഞു തരാണ് അവിടെ ഒരാൾ പോലും എങ്ങനെ ഉണ്ടായിരുന്നില്ല? വികാരികളായിരുന്നില്ല. അപ്പോൾ ബാപ്പണി അപവിത്ര ലോകത്തിൽ എല്ലാവരിലും 5 വികാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ പറയപ്പെടുന്നത് വികാരി ലോകമെന്ന്. അത് സത്യുഗം എന്ന് പറയുന്നത് നിർവികാരി ലോകമാണ്. നിർവികാരി ലോകത്തിൽ നിന്നാണ് നമ്മൾ ജന്മങ്ങളെടുത്ത് പടികൾ ഇറങ്ങി ഇപ്പോഴെവിടെ വന്ന് നിൽക്കുന്നത്? അങ്ങേയറ്റം താഴെ പറഞ്ഞ വികാരി ലോകത്തിൽ എത്തിയിരിക്കുകയാണ്. ബാബ ഓർമ്മപ്പെടുത്താണ് സത്യുഗം പാവന ലോകമായിരുന്നു അല്ലേ? സൃഷ്ടിയുടെ 2 വശങ്ങൾ, സത്യുഗ ത്രേതായുഗം പാവന ലോകവും, അത് കഴിഞ്ഞെന്താകുന്നു ദ്വാപര കലിയുഗത്തിലേക്ക് എത്തുമ്പോൾ അത് പൂർണ്ണമായും പതീത ലോകം.
അതുകൊണ്ട് ബാബ പറയുന്ന സത്യത്രേതായുഗത്തെ പകൽ എന്ന് പറയും. സൃഷ്ടിയുടെ പകൽ കാലഘട്ടം അതാണ്. അപ്പം അവിടെ എന്തുണ്ടായിരുന്നു? സുഖമാണ്. യഹേ ഭട്ടക്കനേക്ക് റാത്ത്. അത് കഴിഞ്ഞ് ദ്വാപരയുഗം മുതൽ നമുക്ക് എന്തായിരുന്നു? അലച്ചൽ മാത്രം. അതുകൊണ്ട് ബാപ്പണ് രാത്രിയായി മാറി. ഏതോ രാത്മേ കോയി ഭട്ടക്താ നഹീ ഹെ പരന്തു ഭക്തിക്കോ ഭട്ടക്കന കഹാ ജാത്ത. ഇപ്പോൾ ബാപ്പണ് രാത്രി എന്ന് പറയുമ്പോഴാരും അങ്ങനെ അലയാറില്ലല്ലോ. രാത്രിയുടെ വേളയിൽ എല്ലാവരും വീട്ടിനകത്തായിരിക്കും. പക്ഷെ ഇത് ബാപ്പണ് ഭക്തിയാകുന്ന രാത്രിയിലാണ് എന്ത് സംഭവിച്ചത്? അലച്ചലിലേക്ക് നമ്മൾ വന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാനെ കാണാൻ വേണ്ടി, ഭഗവാനിൽ നിന്ന് പ്രാപ്തി നേടാൻ വേണ്ടി, അതോ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖപ്രയാസങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാൻ വേണ്ടി നമ്മൾ എന്തായി? ഓരോരോ പടികൾ തോറും നമ്മൾ അലഞ്ഞു. तुम बच्चे अब यहाँ आए हो सदगति पाने, तुम्हारी आत्मा में सब पाप थे, 5 विकार थे. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, ഒരുപാട് അലഞ്ഞു നമ്മൾ ഭക്തി മാർഗത്തിൽ. ബാബ പറഞ്ഞ ക്ഷേത്രങ്ങൾ മുഴുവനും നമ്മൾ അലഞ്ഞു. അതുപോലെ അനേക തീർത്ഥസ്ഥാനങ്ങൾ നടത്തി, യാഗങ്ങൾ നടത്തി അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? ബാബയുടെ മുന്നിൽ. കാരണം ബാബന് സദ്ഗതി നേടാൻ വേണ്ടി. അപ്പോൾ ബാബ പറയണത് എന്തുകൊണ്ട് സദ്ഗതി നമുക്ക് ഉണ്ടായിരുന്നില്ല? ബാബ പറയണത് ഇപ്പം നിങ്ങൾ ആത്മാവിൽ മുഴുവനും എന്താണ്? പാപമാണ് അല്ലേ? ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഭാരമൊക്കെ എവിടെയാണ്? നമ്മളിലാണ് ഉള്ളത്. കൂടാതെ ബാബ പറഞ്ഞ ഞാൻ ആത്മാവ് നിർവികാരാവസ്ഥയിൽ നിന്നുണ്ടായിരിക്കാണ് വികാരാവസ്ഥയിലേക്ക് വന്നു. ഉന്മേ ബി മുഖ്യ ഹേ കാം വികാർ. ഏറ്റവും കൂടുതൽ നമ്മളെ പിടികൂടിയ വികാരം ഏതാണ്? കാമവികാരമാണ്. ജിസ്സേ ഹി മനുഷ്യ പാപാത്മ ബന്ധി. കാമനകൾ കൂടിയത് കൊണ്ടാണല്ലോ ജനങ്ങൾ എന്തായി മാറിയത്? മനുഷ്യൻ പാപാത്മാവായിട്ട് മാറിയത്. ഏതോ ഹരേക്ക് ജാനത്തെ ഹം പതീത്തെ ഓർ പാപാത്മാ ബി ഹം. ഇപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ പതീതരുമായിരിക്കാണ്. പതീതരായ കാരണം കൊണ്ട് തന്നെ നമ്മൾ ആരൊക്കെയായി? പാപാത്മാക്കളും കൂടിയായി. एक काम विकार के कारण सब क्वालिफिकेशंस बिगड़ पड़ती है. इसलिए बाबा कहते काम को जीतो तो तुम कामजीत अर्थात नए विश्व के मालिक बनेंगे. അപ്പോൾ നോക്ക്, നമ്മൾ പലതും ന്യൂസ് കേൾക്കാൻ തുടങ്ങുന്നത് സ്കൂളുകളിൽ മാഷുമാർ തന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്ന രീതിയിൽ. അപ്പോൾ ബാബ പറഞ്ഞ അതും ഒരു ഏറ്റവും വലിയ വികാരം തന്നെയാണ്. അതുപോലെ തന്നെ കാമം കൂടുന്നു. സ്വത്തിന് കാമന പറഞ്ഞാൽ ആഗ്രഹം കൂടുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ന്യൂസ് കേട്ട് ഒരു ചെറുപ്രായത്തിൽ 19 വയസ്സുകാരനാണെന്ന് തോന്നുന്നു, പെങ്ങളെയും കൊന്നു, അച്ഛനെയും കൊന്നു, എല്ലാവരെയും കൊന്നു. എന്തിനാ? സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിന്തിച്ചു നോക്കി, ഏതിനോടും നമുക്ക് ആസക്തി കൂടുന്നു? കാമന. അതായത് നമുക്ക് ആവശ്യത്തിലധികമുള്ള ലോഭത്തിലേക്ക് പോകുമ്പോഴാണ് ബാപ്പണ് അതിന് കാമമായിട്ട് പറയുന്നത്. അത് ദേഹത്തോടായിരിക്കാം, വസ്തുക്കളോടായിരിക്കാം, പദവിയോടായിരിക്കും. ചിലർ പദവിക്ക് വേണ്ടി മറ്റൊരാളെ കൊല്ലുന്നത് ഉണ്ട്. അപ്പോൾ ബാബ പറഞ്ഞ എപ്പോഴാണ് ഈ കാമവികാരം തൻ്റെ അകത്തേക്ക് വരുന്നത്? ബാപ്പണ് നമ്മളുടെ ഒറിജിനൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്താകും? നമ്മളുടെ ഉള്ളിലെ നന്മകളുടെ ആ ശക്തി മൊത്തം എന്താകും? ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് ബാബ പറഞ്ഞതാണ് കാമത്തെ ജയിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ലോകത്തെ ജയിക്കാൻ പറ്റും. അപ്പോൾ ബാപ്പണ് ഏത് ലോകമാണ്? പുതിയ ലോകം. വിശ്വത്തിൻ്റെ അധികാരികളായിട്ട് നിങ്ങൾ മാറും അല്ലേ? ചോട്ടാമോട്ട ഇവിടെ ജയിച്ചിട്ട് കാര്യമില്ല. ബാപ്പയുടെ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ പ്രകാരത്തിലുള്ള ഇച്ഛകളിൽ നിന്നും എനിക്ക് മുക്തി ഉണ്ടാകുമ്പോൾ മാത്രമേ ബാബ നമുക്കായി കാത്തുവെക്കുന്ന ആ മുഴുവൻ വിശ്വരാജ്യാധികാരം നമ്മുടെ കയ്യിൽ വരും. ഇവിടെ നമ്മളൊരു സ്ഥാനത്തിന് ആരെങ്കിലും പറഞ്ഞില്ല, ഈ സ്ഥാനം തന്നില്ല, ഞാൻ ചെയ്തത് ചോദിച്ചില്ല, നമ്മളിവിടെ കിടന്നിട്ട് ഈ ഇട്ടാവട്ടത്ത് കിടന്നിട്ടാണ് നമ്മുടെ ചിന്ത. പക്ഷെ ബാബ നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്ന എന്താണ്? മുഴുവൻ വിശ്വത്തിൻ്റെ രാജ്യാധികാരം. അപ്പം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബാപ്പണ് ക്വാളിഫൈഡ് ആകുക. അപ്പോൾ ക്വാളിഫൈഡ് ആകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകരുത്? ബാപ്പണ് പല വിധത്തിലുള്ള ഇച്ഛകളിൽ നിന്നും അവിദ്യരാകണം. ബാബ ഇന്ന് അതാണ് നമുക്ക് മുഴുവൻ മുരളിയുടെ സത്ത് നമുക്ക് നൽകുന്നത്. തോ അന്തർമ ഇത്തിനി ഖുഷി റഹനീച്ച. അപ്പോൾ ബാബ പണി എപ്പോഴും നമ്മുടെ ഫോക്കസ് എവിടത്തേക്കായിരിക്കണം? ബാബ എൻ്റെ കൺമുന്നിൽ എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ആ വിശ്വരാജ്യാധികാരം നേടാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ എത്രമാത്രം ക്വാളിഫൈഡ് ആകണം എന്നുള്ളതിലേക്കായിരിക്കണം നമ്മുടെ മുഴുവൻ ഫോക്കസ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ബാബ പറഞ്ഞ അതിൻ്റെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം.
മനുഷ്യ പതീത് ബൻതേ തോ കുച്ച് ഭി സമസ്തേ നഹീ. മനുഷ്യൻ പതീതമാകുമ്പോൾ, നമ്മൾ പറയില്ല ബുദ്ധി ഭ്രമിച്ചു പോകുമ്പോൾ അവനൊന്നും തിരുവാടുണ്ടാവുകയില്ല. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എൻ്റെ ആവശ്യത്തിന് എന്താ വേണ്ടത്, ഇതൊന്നും അവർക്ക് അറിവുണ്ടാവുകയില്ല. तो बाप समझाती कोई भी विकार नहीं होना चाहिए. പക്ഷെ നമ്മുടെ അച്ഛൻ നമ്മളോട് പറയുന്നത് എന്താ? മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിശ്വരാജ്യാധികാരം കൊണ്ടുവന്നിരിക്കുകയാണ്. അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ബാപ്പന് നിങ്ങളുടെ ഉള്ളിൽ യാതൊരു പ്രകാരത്തിലുള്ള വികാരം ഉണ്ടായിരിക്കരുത്. അതിലും ബാബ പ്രധാനമായിട്ട് ഏറ്റു പറയുന്നത് എന്താ, എടുത്തു പറയുന്നത് എന്താ? കാമവികാരത്തെക്കുറിച്ചാണ്. ഇസ് പർ കിത്തനെ ഹംഗാമേ ഹോത്തേന്ന് ബാബ പറഞ്ഞു തരേണ്ട. കാമവികാരത്തിന് വേണ്ടിയിട്ട് ഏതെല്ലാം പ്രകാരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. ഗർമേ കിത്തനെ അശാന്തി ഹെ. ബാബ പറഞ്ഞ സമൂഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വീടുകളിലും എത്രമാത്രം അശാന്തിയുണ്ട്. इस समय दुनिया में आहाकार क्यों है? क्योंकि पाप आत्माएं हैं. ബാബ പറഞ്ഞ ഇത്രയും നമ്മുടെ ലോകത്ത്, നമ്മുടെ ഈ സമൂഹത്തിൽ എത്രമാത്രം ബാബ പറഞ്ഞ ബഹളമാണ് അല്ലേ, കുഴപ്പങ്ങളാണ് നടക്കുന്നത്. എന്തിനു വേണ്ടി? ബാബ പറഞ്ഞ പാപാത്മാക്കളായില്ലേ. അതുകൊണ്ട് പാപാത്മാക്കളായപ്പോൾ ഇച്ഛിച്ചതൊന്നും നേടുകയില്ല. നേടുമോ? അഥവാ ഇപ്പം നമ്മളൊരു സ്ഥാനത്തിന് വേണ്ടി ഒരാളെ കൊന്നു, ഒരാളെ ഡിഫേം ചെയ്തു എന്ന് വിചാരിച്ചു, അയാളെ പറ്റി മോശമായിട്ടുള്ള പ്രചാരണമൊക്കെ നടത്തി വിചാരിച്ചു, അതിലൂടെ ഇപ്പോൾ എനിക്കെന്ത് സുഖം കിട്ടുക? നമുക്ക് സുഖം കിട്ടില്ല. അടുത്ത പ്ലാൻ ഉണ്ടാക്കാൻ നടത്തുക. അടുത്ത അയാൾ എങ്ങനെയാണ് വലിച്ച് താഴെ ഇടേണ്ടത്, അടുത്തെങ്ങനെയാണ് അയാൾക്ക് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കേണ്ടത്. എന്തിന്? നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് ഏതെങ്കിലും രൂപത്തിൽ ചീത്തപ്പേരുണ്ടാക്കി അടുത്ത സ്ഥാനം എനിക്ക് കിട്ടുമെന്ന്. അപ്പോൾ അതൊന്നും നടക്കുകയില്ല. അതിലൂടെ നമുക്ക് തന്നെ കൂടുതൽ എന്തുണ്ടാവുള്ളൂ? ഒന്ന്, നമ്മുടെ ക്വാളിഫിക്കേഷൻ മൊത്തം പറഞ്ഞാൽ നമ്മളിലുള്ള നന്മകൾ മൊത്തം ഉണ്ടാകും, വറ്റിപ്പോകാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ബാപ്പന് നമ്മുടെ ഉള്ളിൽ സുഖം ഉണ്ടാവില്ല, നമ്മുടെ ഉള്ളിൽ ശാന്തി ഉണ്ടാവില്ല, ഒരു സമാധാന സ്വസ്ഥത ഉണ്ടാവുക. സ്ഥാനം കിട്ടിയിരിക്കും, പക്ഷെ കിട്ടിയിട്ട് എന്താ, മുള്ളിന്മേൽ ഇരിക്കുന്ന പോലെ. അപ്പം അതുകൊണ്ടാണ് ബാബ മെയിൻ ഫോക്കസ് ചെയ്യാൻ പറയുന്നത് എന്താ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഉള്ളിൽ നന്മകൾ നിറയ്ക്കാനുള്ള ശ്രദ്ധയെങ്കിലും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് ബാബ പറഞ്ഞു തരുന്നത്, കാമവികാരത്താൽ നോക്കൂ, ഇച്ഛകൾ കൂടുമ്പോൾ എന്തെല്ലാം ബഹളങ്ങളും കുഴപ്പങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ബാബ പറഞ്ഞ ഈ വികാരങ്ങളുടെ കാരണത്താലാണല്ലോ ഇന്ന് അസുരന്മാരെ പോലായി മാറിയിരിക്കുന്നത്, അത്രയും പാപാത്മാക്കളായി മാറിയിരിക്കാൻ. അഭി തും സമസ്തേ ഹോ ഇസ് സമയ ദുനിയാ മേ कोई भी काम की चीज़ नहीं. ഇപ്പോൾ നമുക്ക് ബാബ നൽകിയിരിക്കുന്ന ജ്ഞാനം വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്തിലൊരു മനുഷ്യന് ജീവിക്കാനുള്ള ഉപയോഗപ്പെട്ട വസ്തുക്കളൊന്നും ഇല്ല, മൊത്തം മുളങ്കാടാണ്. അതുകൊണ്ട് ബാപ്പണി മുളങ്കാടിന് എന്താകും? തീ പിടിക്കും. തോ ജോ കുച്ച് ആങ്കോസെ ദേക്കാ ജാത്ത. ബാബ പറയാണ്, എന്തൊക്കെയാണോ നമ്മൾ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, ബാബ പറഞ്ഞു തരണം, ഇതെല്ലാം എന്താകും? അഗ്നിക്ക് ഇരയാകും. ആത്മാക്കോ തോ ആഗ് ലഗ്തി നഹി. അതിൽ അവശേഷിക്കുന്നത് ഏതാ? ആത്മാ. കാരണം ആത്മാവിനൊരിക്കലും നശിപ്പിക്കാനോ തീ പിടിക്കാനോ സാധ്യമല്ല. ആത്മാ തോ സദൈവ് ജൈസെ ഇൻഷൂർ ഹെ, സദൈവ് ജീത്തി റഹത്തി ഹെ. ആത്മാവ് സദാ ഇൻഷൂറാണ്, കാരണം അതിനൊരിക്കലും മരണം ഉണ്ടാകുന്നില്ല അല്ലേ, അത് ചൈതന്യമാണ്. ആത്മാക്കോ കഭി ഇൻഷൂർ കരാത്താ ഹെ ക്യാ? ശരീർ കോ ഇൻഷൂർ കരായ ജാത്ത. ബാപ്പന് ശരീരത്തിന് അല്ലേ ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ഇതൊക്കെ ആത്മാവിനുള്ളതല്ല, പകരം എന്താണ്? ഇത് ദേഹത്തിനുള്ള ഇൻഷുറൻസ് ആണ്. ആത്മാ അവിനാശി ഹെ. ബാബ പറയുന്നത്, ഞാൻ ആത്മാരാണ്, നമ്മൾ ഓരോ ആത്മാക്കളാരാണ്? അവിനാശിയാണ്. ബച്ചോ കോ സംജായ ഗയാ യേ കേൽ ഹെ. അപ്പോൾ ബാബ മക്കൾക്ക് മനസ്സിലാക്കി തന്നെ ഇതൊക്കെ ഒരു കളിയാണ്. ആത്മാ കോ ഊപ്പർ രഹനെ വാലി 5 തത്വം മേ ബിൽക്കുൽ അലഗ് ഹെ. ബാബ പറഞ്ഞു തരുന്നു, ആത്മാ ഈ എല്ലാ സൃഷ്ടിയിൽ നിന്നും അങ്ങ് അകലെ, ഈ 5 തത്വങ്ങൾക്കും ഉപരിയാണ് ആത്മാ. 5 തത്വം സെ സാരി ദുനിയാക്കി സാമഗ്രി ബൻതി ഹെ. 5 തത്വങ്ങൾ കൊണ്ടാണ് ഈ സൃഷ്ടിയിൽ കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളും സാമഗ്രികളും ഉണ്ടാക്കപ്പെടുന്നത്. ആത്മാ തോ നഹി ബൻതി ന. ബാപ്പയുടെ 5 തത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുവല്ല ഏത്? ആത്മാ. ആത്മാ സദൈവ് ഹൈ ഹി. സിർഫ് പുണ്യാത്മാ പാപാത്മ ബൻതി ഹെ. ആത്മാവ് പൂർണ്ണമായി നശിച്ചു പോകുന്നു, അങ്ങനെ ഒരവസ്ഥയില്ല. പക്ഷെ എന്താകും? ആത്മാ പുണ്യാത്മാവും പാപാത്മാവുമായിത്തീരും. ആത്മാ പർഹി നാം പടുത്ത പുണ്യാത്മാ പാപാത്മ. ബാപ്പൻ ആത്മാവിന്മേലാണോ നമ്മൾ പറയുന്നത് പാപാത്മ പുണ്യാത്മ, അല്ലാതെ പാപശരീരം പുണ്യശരീരം എന്നൊരിക്കലും പറയില്ല.
ബാബ പറയുന്നു ആത്മാവ് പഞ്ചവികാരങ്ങളുടെ ആധാരത്തിലാണ് ഇത്രയധികം അധംപതിച്ചു പോയത്. അബ്ബാ ഭായി ഹേ പാപ്പോം സെ ചുടാനെ. ബാപ്പണ് അത്രയും ഡയമണ്ട് ആയിരുന്ന ആത്മാവ് ഇന്ന് മൊത്തം കരിക്കട്ട പോലായി മാറി അല്ലേ? എന്തുകൊണ്ടാ? വികാരങ്ങൾ പിടികൂടിയതുകൊണ്ട്. അപ്പം ഇവിടെ ബാബ വന്നിരിക്കുകയാണ് എല്ലാ പ്രകാരത്തിലുള്ള പാപങ്ങളിൽ നിന്നും ആത്മാവിനെ മോചിപ്പിക്കാൻ. വികാർ ഹി സാരാ ക്യാരക്ടർ ബിഗാഡത്തെ ഹെ. ദൈവീ സ്വഭാവ സംസ്കാരികളായിരുന്ന നമ്മളുടെ ഈ സംസ്കാരത്തെ പൂർണ്ണമായി നശിപ്പിച്ചത് ഏതാണ്? വികാരങ്ങളാണ്. कैरेक्टर किसको कहा जाता ये भी समझते नहीं. ये है ही ഊഞ്ചേ റുഹാനി ഗവൺമെൻറ്. യഥാർത്ഥത്തിൽ ബാപ്പണി ക്യാരക്ടർ അഥവാ സ്വഭാവ സംസ്കാരം എന്ന് ഉദ്ദേശിക്കുന്നത് ഏതിയാണ്? ഉത്തമമായിരിക്കുന്നതിന്. അപ്പോൾ ബാബ പറഞ്ഞു തരണം അതുപോലും ആർക്കും അറിയുകയില്ലല്ലോ. ബാബ പറഞ്ഞ അതിഉത്തമമായിരിക്കുന്ന ആത്മീയ സർക്കാരാണിത്. പാണ്ഡവ് ഗവൺമെൻറ് നാ തുമക്കോ ഈശ്വരീയ ഗവൺമെൻറ് കർ സക്തെ. ബാബ പറയുന്ന പാണ്ഡവ സർക്കാർ എന്ന് പറയുന്നതിനേക്കാളും ഉത്തമം ഈശ്വരീയ ഗവൺമെൻറ് എന്ന് പറയുന്നതാണ് നല്ലത് അല്ലേ? അപ്പം നമ്മൾ ഏത് ഗവൺമെൻറ്റിലെ സർക്കാരാണ്? ഈശ്വരീയ സർക്കാരാണ്. തും സമസ്തേ ഹം ഈശ്വരീയ ഗവൺമെൻറ്. ഈശ്വരീയ ഗവൺമെൻറ് ക്യാ കർത്തി? ബാപ്പണ് ഈശ്വരീയ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ആത്മാക്കോ പവിത്ര ബനാക്ക് ദേവത ബനാത്തി ഹെ. അപ്പോൾ ബാപ്പണിയുടെ ഈശ്വരീയ സർക്കാരിൻ്റെ പദ്ധതി എന്താണ്? ആത്മാക്കളെ പവിത്രമാക്കി ദേവതകളാക്കി മാറ്റുക. നഹി തോ ദേവത കഹാസെ ആയേ ഏ കോയി ബി നഹി ജാൻതാണ്. അപ്പോൾ ബാബ പറഞ്ഞ അല്ലായിരുന്നെങ്കിൽ ദേവതകൾ എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പം എല്ലാവരും മനുഷ്യരല്ലേ, അത് വികാരി മനുഷ്യരാണ്. പെട്ടെന്ന് എങ്ങനെയാണ് കലിയുഗം മാറി സത്യുഗത്തിൽ ദേവതകൾ ഉണ്ടാവുക? പക്ഷെ ബാപ്പണി ഇതാരും അറിയുന്നില്ലല്ലോ. ദേവതകളാണെങ്കിലും അവരും മനുഷ്യർ തന്നെയാണ്. അപ്പം മനുഷ്യൻ എങ്ങനെയാണ് ദേവതാ സംസ്കാരികളായി മാറുന്നത്? ആരാണ് അവരെ അത്തരത്തിൽ തയ്യാറാക്കുന്നത്? ദേവതായെ തോ ഹോത്താ ഹി ഹെ സ്വർഗമേ തോ ഉനോക്കോ സ്വർഗവാസി കിസ്നെ ബനായ. ഇപ്പം എല്ലാവരും നരകവാസി. ബാബ പറഞ്ഞ എങ്ങനെയാണ് അവരെ സ്വർഗവാസികളാക്കി മാറ്റിയത്? ആരാണ് അത്തരത്തിൽ സ്വർഗത്തിൽ അവരെ ദേവതകളാക്കി മാറ്റുന്നത്? അപ്പോൾ ബാബ പറയുന്ന സ്വർഗവാസിയിൽ നിന്ന് വീണ്ടുണ്ടായി മാറണം നരകവാസിയാകും, നരകവാസി വീണ്ടുണ്ടായി മാറണം സ്വർഗവാസിയാകും. പക്ഷെ ബാപ്പൺ ഈ രഹസ്യങ്ങളൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഫിര് കൈസേ ജാനെങ്കിൽ അവർക്കാര് പറഞ്ഞു കൊടുക്കാനാ? അറിയില്ല ഒന്നാമത്. ഇനി ബാപ്പൺ ഈ സീക്രട്ട് പറഞ്ഞു കൊടുക്കുന്നതാരാ? अब तुम समझते हो कि ड्रामा बना हुआ है, इतने सब एक्टर्स है, ये सब बातें बुद्धि में होनी चाहिए. അപ്പോൾ ബാബ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഡ്രാമ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ നാടകത്തിൽ നാം എല്ലാവരും കഥാപാത്രങ്ങളാണ്. അപ്പോൾ ബാബ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ബുദ്ധിയിൽ വളരെയധികം സ്പഷ്ടമായിരിക്കണം. പഠായിക്കോ ബുദ്ധി മേ ഹോനി ചാഹിയേ ന और പവിത്ര ബി ജറൂർ ബന്ന. നമ്മുടെ കാര്യം ബുദ്ധിയിൽ വളരെ സ്പഷ്ടമായിരിക്കണം. ഇത് നാടകമാണ്, ഇത് മുൻകൂട്ടി സ്ക്രിപ്റ്റഡ് ആണ് അല്ലേ? അപ്പം അതിൽ നമ്മൾ ഓരോരുത്തരും എന്താണ്, നമുക്ക് എന്താണോ ഭാഗം അഭിനയിക്കാനുള്ളത് അതും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കാൻ. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ കർത്തവ്യം എന്തോ അല്ലെങ്കിൽ അവരവരുടെ ഭാഗം എന്തോ അത് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാബ പറഞ്ഞ ഈ കാര്യം, ഈ പഠിപ്പ് നിങ്ങളുടെ ബുദ്ധിയിൽ വളരെയധികം സ്പഷ്ടമായിരിക്കണം. അതോടൊപ്പം തന്നെ സ്വയം പവിത്രമാവുകയും വേണം. पतित बनना बहुत खराब बात है. आत्मा ही पतित बनती, एक दो में पतित बनती. അപ്പോൾ ബാബ പറയണ ഇപ്പോൾ നമ്മൾ പവിത്രരാകണമല്ലാതെ പതീതരല്ല. ബാബണ് പതീതരാവുക എന്ന് പറയുന്നത് വളരെയധികം മോശമാണ്. ആത്മാവ് തന്നെയാണല്ലോ പതീതമായി മാറിയത്. ബാപ്പണ് പരസ്പരം നമ്മൾ പതീതരാക്കി മാറ്റുകയും ചെയ്തു. പതീതോं को पावन बनाना ये तुम्हारा धंधा है. ഇപ്പോൾ അതായത് സർക്കാർ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണ്? പതീതരായിരിക്കുന്നവരെ പാവനമാക്കി മാറ്റുക. ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, കർത്തവ്യമാണ്. പാവൻ തോ പാവൻ ദുനിയാമേ ചലേങ്കി. പാവനരായി കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകും? പാവന ലോകത്തേക്ക്. അപ്പം ഇതൊക്കെ ആത്മാവ് മനസ്സിലാക്കുന്നുണ്ട്. ആത്മാ നാ ഹോ तो शरीर भी ठहर ना सके, റെസ്പോണ്ട് മിൽ ना सके. ബാബുണ് ഈ ദേഹത്തിൽ ആത്മാ ഇല്ലായിരുന്നുവെങ്കിൽ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്, തിരിച്ച് ആത്മാവിനൊന്നും മറുപടി പറയാനും പറ്റില്ലല്ലോ. ആത്മജാന്തി ഹെ. പാവനായി കഴിഞ്ഞ പിന്നെ ആത്മാവ് ഈ ശരീരത്തിൽ നിലനിൽപ്പുണ്ടാവില്ല അല്ലേ? ആത്മാവിന് ശുദ്ധമായിരിക്കുന്ന ശരീരം വേണം.
പിന്നെ ആത്മാവ് ഈ ദേഹം വിട്ടുപോയാൽ പിന്നെ ദേഹം ഒരിക്കലും റെസ്പോണ്ട് ചെയ്യുകയില്ല. ആത്മാ ജാൻതി ഹം അസുൽ പാവൻ ദുനിയാക്ക് റവാസി ഹെ. ഇപ്പം ആത്മാവിന് അത് അനുഭൂതി ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ ആത്മ യഥാർത്ഥത്തിൽ പാവന ലോകത്തിലെ വാസിയായിരുന്നു. അഭി ബാബാനെ സംജായ തും ബിൽക്കുൽ ഹി ബേസമജ്ത്തെ ഇസ്ലിയെ പതി ദുനിയാക്ക് ലായിക് ബൻ പടേ ഹോ. അതായത് ബാബ മനസ്സിലാക്കാണ് നിങ്ങൾ തികച്ചും അറിവില്ലാത്തവരായിരുന്നു. അത്രത്തോളം ബാബ പറയാണ് പതീത ലോകത്തിലേക്ക് യോഗ്യരായി മാറി, പാവന ലോകത്തേക്കല്ല, നമ്മൾ ഇവിടെ വസിക്കാൻ യോഗ്യരാണ്. ജബ് അബ് തക് പാവൻ നഹി ബനേംഗെ തബ് തക് സ്വർഗ കെ ലായക് നഹി ബൻ സക്കേഗ. ബാബ പറഞ്ഞ എപ്പോൾ വരെ നിങ്ങൾ പാവനരാകുന്നില്ല അതുവരെ സ്വർഗത്തിലേക്ക് യോഗ്യരാകാനും സാധിക്കില്ല. സ്വർഗക്ക് ബേണ്ട് ബി സംഗം പർക്കി ജാതി. ബാബ പറയുന്ന സ്വർഗത്തെ നമ്മൾ എപ്പോഴും സ്വർഗത്തിനെ കുറിച്ച് നമ്മൾക്ക് ബോധവൽക്കരണം തരുന്നത് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള അറിവ് നൽകുന്നത് ബാബ എപ്പോഴാണ്? സംഗമത്തിൽ. കലിയുഗത്തിൽ അറിയില്ല. കലിയുഗത്തിൽ നമുക്കൊരു നല്ല കുടുംബം കിട്ടും, സ്വർഗത്തെ പോലെയുള്ള കുടുംബം, നല്ലൊരു വീടാണെങ്കിൽ ഒരു സ്വർഗത്തെ പോലുള്ള വീട്, ഇങ്ങനെയല്ലേ നമ്മൾ പറയൂ. പക്ഷെ സ്വർഗം എന്താണെന്ന് പോലും നമുക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോഴാണ് ബാബ അതിനെക്കുറിച്ചുള്ള അറിവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. यहाँ थोड़े ही बेंट कर सकेंगे ना, इस संगम युग पर ही तुमको सारा ज्ञान मिलता. അപ്പോൾ ബാപ്പണ് ഈ ഒരു ലോകത്തിനെ കുറിച്ച് നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല സ്വർഗത്തെക്കുറിച്ച്. സ്വർഗത്തെ പോലെ സ്വർഗത്തെ പോലെ സ്വർഗത്തെ പോലെ ബാപ്പണ് ഇവിടെ എന്താ ഉള്ളത്? ബാപ്പണ് ഈ സംഗം യുഗത്തിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ സ്വർഗം എന്താണെന്നുള്ള ജ്ഞാനം ലഭിക്കുന്നത്. പവിത്ര ബന്നെ കാ ഹത്യാര മിൽത്താ ഹെ ഏക് കോ ഹി കഹാ ജാത പതീത് പാവൻ. അപ്പോൾ ബാബ പറഞ്ഞ പവിത്രരായി തീരാനുള്ള പ്രതിജ്ഞയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു, സർവരെയും പാവനമാക്കുന്നവൻ പതീത പാവനായിരിക്കുന്ന ബാബയാണ്. യേ സ്വർഗക്കെ മാലിക്കേന്. ബാബ പറയണ ഹംകോ ഐസ പാവൻ ബനാവോ. ബാബയോട് നമ്മൾ ആവശ്യപ്പെട്ടു, ദേവതകളെ പോലെ നമ്മയും ബാപ്പനെ പാവനരാക്കി മാറ്റും. നോക്കൂ, ലക്ഷ്മി നാരായൺ സ്വർഗത്തിൻ്റെ അധികാരി ആയിരുന്നില്ലേ? തും ജാൻതേ ഹം ഹി സ്വർഗക്കെ മാലിക്. ഇപ്പം നമുക്കറിയാം നമ്മളായിരുന്നു സ്വർഗത്തിൽ അധികാരി. 84 ജന്മങ്ങളെടുത്ത് നമ്മൾ പതീതരായി എന്ന്. ശ്യാമോ സുന്ദർ ഇൻകാ നാം ബി സറക്ക. കൃഷ്ണന് നമ്മൾ പറയാറുണ്ടല്ലോ ശ്യാമസുന്ദരൻ, ശ്യാമവർണ്ണൻ, അല്ലെങ്കിൽ യഥാർത്ഥ നാമം ശ്യാമസുന്ദരൻ എന്ന് വിളിക്കുക. പക്ഷെ എന്തിനുദ്ദേശിച്ചിട്ടാണ് പേരിട്ടത് എന്നറിയില്ല അവർക്ക്, അല്ലേ? ശ്യാമനും ആകും സുന്ദരനും ആകും. ആര്? ആത്മ, അല്ലേ? അപ്പം ആത്മാവിൻ്റെ റോളാണ് ഇതൊക്കെ. ശ്യാമവർണ്ണത്തിലേക്കും ആത്മാവ് തന്നെയാണ് വരിക. പിന്നെ സുന്ദരനായിട്ട് സത്തോപ്രധാനായി ശ്രീകൃഷ്ണൻ മാറുന്നതും അതേ ആത്മാവ് തന്നെയാണ്. അപ്പോൾ ബാപ്പണ് ശ്രീകൃഷ്ണക്ക് ചിത്ര ശ്യാം ബനാ ദേത്ത പരന്തു അർത്ഥത്തോടെ ഹി സമസ്തേ. ക്ഷേത്രങ്ങളിലൊക്കെ പ്രതിഷ്ഠാ രൂപങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ശ്യാമവർണ്ണത്തിലാണ്, അല്ലേ? കറുപ്പ് വർണ്ണത്തിലാണ് ചിത്രങ്ങൾ, ശിലകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ബാപ്പണ് എന്തുകൊണ്ടെന്നുള്ളത് അവർക്ക് അറിയുകയില്ല. കൃഷ്ണക്ക് ബി തുമക്കോ കിഡ്നി ക്ലിയർ സംജാനി മിൽത്തി, അല്ലേ? അപ്പോൾ ബാപ്പണ് ഒന്ന് നമ്മൾ ഉണ്ടാക്കിയ ശില്പികൾ തന്നെ പതീതരാണ്, അല്ലേ? നമ്മൾ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ആത്മ ഏതവസ്ഥയിലാണ്? പതീതവസ്ഥയിലാണ്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതും അതേ രൂപത്തിൽ തന്നെയായിരിക്കും. രണ്ടാമത്തത് കൃഷ്ണൻ്റെ ആത്മാവ് ഈ സമയത്ത് എന്തായിരിക്കാണ്? പതീതായിരിക്കണം. അതുകൊണ്ടാണ് ആ കറുത്ത ശിലയെ കൊണ്ട് നമ്മൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ബാപ്പണ് ഇതാർക്കും അറിയില്ലല്ലോ, ദേവതകൾ എത്ര സുന്ദരന്മാരാണ്, എന്നിട്ട് അവരങ്ങനെ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ബാപ്പണ് എൻ്റെ പിന്നിലെ രഹസ്യം അതാണ്. കൃഷ്ണയ്ക്ക് ബി തുമക്കോ കിഡ്നി ക്ലിയർ സംജാനി മിൽത്തി, അല്ലേ? കൃഷ്ണനെ കുറിച്ചുള്ള അവരുടെ ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ജ്ഞാനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇൻമേ ദോ ദുനിയായെ കരാദി ഹെ, വാസ്തവമേ ദോ ദുനിയായെ തോ ഹൈ നഹി, ദുനിയ ഏകി ഹെ. 2 ലോകങ്ങളെ കുറിച്ചാണ് ഇവർ കാണിക്കുന്നത്. സത്യത്തിൽ ബാപ്പുണ്ട് 2 ലോകവും ഇല്ല. ഈ ഒറ്റ ലോകത്തിൽ, ഈ ഒരു സൃഷ്ടിയിൽ തന്നെ എന്താകുന്നു? പുതിയതാകും, പഴയതാകും. പുതിയതായിരുന്നപ്പോൾ കൃഷ്ണനും നമ്മളെല്ലാവരും പാവനാത്മാക്കൾ, ദേവതാത്മാക്കളായിരുന്നു. പിന്നീട് പതീതരായിരുന്നപ്പോൾ പിന്നെ ലോകം സൃഷ്ടിയിൽ കാലചക്രം മാറി വന്നപ്പോൾ ദ്വാപരയുഗത്തിലേക്ക് എത്തിയപ്പോൾ ആത്മാവുണ്ടായി, പതീതമാകാൻ തുടങ്ങി, അല്ലേ? അപ്പോൾ നരകവും സ്വർഗവും അല്ലാണ്ട് നരകം താഴെയും അങ്ങ് പാതാളത്തിലോ സ്വർഗം അങ്ങ് മുകളിലും അങ്ങനെയൊന്നല്ല. ബാപ്പണ് ഇതേ ഭൂമിയിൽ തന്നെ ഉണ്ടാകുന്നു 2 അവസ്ഥകൾ ഉണ്ടാകും. पहले छोटे बच्चे नहीं होता, फिर बड़े बना बूढ़ा होता,
തോ തും കിത്തന മാത്താ മാർത്തെ സംജാനിക്കില്ലേ. ബാപ്പൺ ഏതുപോലെ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മഹാനാത്മാക്കളുടെ അവസ്ഥയുണ്ടോ കൊച്ചുകുട്ടികൾക്ക്. പിന്നെ അത് വളർന്ന് ആ കുട്ടി തന്നെ പിന്നീട് എന്തായി മാറും? വൃദ്ധനായി മാറും. അപ്പം ഈ കുട്ടി വേറെ ആ വൃദ്ധം വേറെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് സൃഷ്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബാബ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട്. അപ്പനീ രാജധാനി സ്ഥാപൻ കർ രഹേ ഹോന, നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തന്നെ രാജധാനിയാണ്. ലക്ഷ്മി നാരായണനെ സംജാഹേന, പാപ്പണ്ണ ലക്ഷ്മി നാരായൺ അവരെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? സമജ് സെ കിത്തനെ മീഠേ ബനെ. ബാപ്പണ്ണ അറിവോടുകൂടി നമ്മൾ ബാബ നൽകുന്ന ജ്ഞാനത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നതിനനുസരിച്ച് നമ്മളിൽ എന്താകും? ആ ഒരു മാധുര്യം വരികയാണ്. കിസ്നെ ബനായ? ഭഗവാനെ. നോക്കൂ, ദേവതകൾ അത്രയും മധുരമുള്ളവരാക്കി മാറ്റിയതാരാണ്? മധുരാതിമധുരനായിരിക്കുന്ന ബാബ. ലഡായി ആദി കീതോ ബാത്തി നഹി. ബാപ്പണ്ണ അതിനുവേണ്ടി യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മനുഷ്യൻ ദേവതയാകാൻ വേണ്ടി. ഭഗവാൻ കിത്തന സമജ്ദാർ നോളജ്ഫുൾ ഹെ. പകരം ബാബ നമുക്ക് നൽകുന്നത് എന്താണ്? ജ്ഞാനം. കാരണം ഭഗവാനാണ് ബുദ്ധിവാന്റെയും ബുദ്ധിവാൻ, അതുപോലെ തന്നെ നോളജ്ഫുൾ. कितना पवित्र है. शिव के चित्र आगे सब मनुष्य जाकर नमन करते, परंतु वो कौन है क्या करते कोई नहीं जानता. ബാബപ്പൻ എത്ര പവിത്രമാണ് ബാബ. ഇനി ബാപ്പണ് ശിവക്ഷേത്രത്തിൽ പോകുന്നു, ശിവലിംഗങ്ങൾ കാണുന്നു, അവിടെയൊക്കെ പോയി നമ്മൾ തൊഴാറുണ്ട് അല്ലേ? എത്രമാത്രം അവരെക്കുറിച്ച് മഹിമകൾ പാടാറുണ്ട്. എന്നാലോ നമ്മൾ അറിയുന്നതേ ഇല്ല യഥാർത്ഥത്തിൽ ശിവൻ ആരാണ്, എന്താണ് ഭഗവാൻ ചെയ്തത്, എന്തിനാണ് നമ്മൾ നമിക്കുന്നത്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. शिव काशी विश्वनाथ गंगा बस सिर्फ कहते रहते हैं, अर्थ जरा भी नहीं समझते അല്ലേ? ശിവന് വേണ്ടി, ശിവനെ കാണാൻ വേണ്ടി നമ്മൾ എവിടെ പോകും? കൈലാസത്തിൽ പോകും, കാശി വിശ്വനാഥത്തിലേക്ക് പോകും, എവിടെയൊക്കെ പോകും. എന്നിട്ടോ ബാബ പറഞ്ഞ എന്താ അർത്ഥം, എന്തിനാണ് കാണേണ്ടത്, അഥവാ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, ഇതൊന്നിനെ കുറിച്ചുള്ളൊരു വ്യക്തത നമുക്കുണ്ടായിരുന്നില്ല. സംജാവോ തോ കഹെങ്കെ തും ക്യാ ഹംകോ സംജായെങ്കെ. അപ്പം നമ്മൾ ഒരു പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ പൊട്ടിത്തെറിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ വേണം നമുക്കിതൊക്കെ പറഞ്ഞു തരാൻ ചോദിക്കും. ഹം തോ വേദശാസ്ത്രാദി പഠിത്തെ അല്ലേ? അവിടെ ഈ സന്യാസിമാരൊക്കെ ദീക്ഷ എടുത്ത് പഠിച്ച് പാണ്ഡിത്യം നേടി ഇറങ്ങുന്നതാണല്ലോ അവിടെ നിന്ന്. അപ്പോൾ അവർക്ക് നമ്മൾ എന്തെങ്കിലും ചോദ്യം അങ്ങോട്ട് ചോദിക്കും. ഇപ്പം അങ്ങനെ ഇല്ല, ഇപ്പം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, ഇനി നിങ്ങൾ പറഞ്ഞു തന്നിട്ട് വേണം, നമ്മളൊക്കെ പണ്ഡിതന്മാരാണ്, വേദശാസ്ത്രങ്ങളൊക്കെ പഠിച്ചവരാണെന്നൊക്കെ. പരന്തു രാംരാജ് കിസ്കോ കഹാ ജാത്ത യേ ബി കോയി നഹി ജാനത. എത്ര പാണ്ഡിത്യമുള്ളവരാണെങ്കിലും രാമരാജ്യം എന്തിനെയാണ് പറയുക അതുപോലും അവർക്ക് അറിയുകയില്ല. രാമരാജ് സത്യുഗ് നയി ദുനിയാക്കോ കഹാ ജാത്ത. അപ്പം രാമരാജ്യം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? പുതിയ ലോകം, സത്യുഗത്തെ. തുമാരെ മേ ബി നമ്പർ വാർ ഹെ. അപ്പോൾ ബാപ്പണ്ണ അവർ അറിഞ്ഞു അറിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ബാപ്പണ്ണ നമ്മൾ ബ്രാഹ്മണ കുട്ടികളിൽ പോലും ജ്ഞാനം യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുന്നത് നമ്പർ വാറായിട്ടാണ്. कोई तो बोल भी जाते क्योंकि बिल्कुल ही പത്തർ ബുദ്ധി ബൻ ഗൈ. ചില കുട്ടികളൊക്കെ ഈ ജ്ഞാനം മറന്നു പോകാറുണ്ട്, അത്രത്തോളം ബാപ്പണ്ണ ശിലബുദ്ധി ഉള്ളവരായി മാറിയിരിക്കുകയാണ്. तो अब पारस बुद्धि जो बने उनका काम है औरों को पारस बुद्धि बनाना. അപ്പോൾ ബാപ്പണ്ണ പവിഴ ബുദ്ധി ഉള്ളവരുടെ കാര്യം എന്താ? മറ്റുള്ളവരെയും കൂടി നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റണം അല്ലേ? കുശുമ്പും അതും ഇതും പരദർശനം. ബാബ കഴിഞ്ഞ ഞായറാഴ്ചത്തെ മുരളി പറഞ്ഞില്ല, 3 കാര്യം വേണ്ട. ഏത് 3 കാര്യം? പരചിന്തനവും വേണ്ട, പരദർശനവും വേണ്ട, പരമതവും വേണ്ട. അപ്പോൾ ബാബ നമ്മൾ കുട്ടികളുടെ ബുദ്ധി എന്താക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്? പവിഴ ബുദ്ധി. അതുകൊണ്ട് ബാബ പറഞ്ഞ നമ്മുടെ ബുദ്ധി പവിഴ ബുദ്ധിയാക്കണം, മറ്റുള്ളവരുടെ ബുദ്ധിയെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റണം? പവിഴ ബുദ്ധി. പത്തർ ബുദ്ധി की एक्टिविटी वही चलती रहेगी क्योंकि हम सर बगले हो गए ना. അപ്പോൾ ബാബ പറയുന്ന കല്ല് ബുദ്ധിയുള്ളവരുടെ പ്രവൃത്തികളൊക്കെ അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം ബാബ പറയുന്ന അരയന്നങ്ങളായിരുന്ന നമ്മളിപ്പോഴെന്തായിരിക്കുകയാണ്? കൊക്കായി മാറി അല്ലേ? കൊക്കിൻ്റെ സ്വഭാവം അതായിരിക്കുമല്ലോ. അതുകൊണ്ട് ബാബ പറയാണ്, അരയന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആർക്ക് എന്ത് കൊടുക്കില്ല? ദുഃഖം കൊടുക്കാറില്ല. എന്നാൽ കൊക്കുകൾ ഉണ്ടാകും, ഇങ്ങനെ കൊത്തി എല്ലാത്തിനും കൊത്തിയെടുക്കൂലേ. അപ്പം അതുകൊണ്ട് ബാപ്പണ് ദുഃഖം നൽകും. കൈ ജിൻകി ചാൽഹി ബഗുലെ മിസൽ ഹോത്തി
ഉന്മേ സബ് വികാർ ഹോത്ത. ബാബ പറഞ്ഞ ചില കുട്ടികളുണ്ട്, അവരുടെ പെരുമാറ്റത്തിൽ തന്നെ അവരുടെ നടപ്പിൽ തന്നെ കാണും കൊക്കിനെ പോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവരിൽ എല്ലാ പ്രകാരത്തിലുള്ള വികാരവും ഉണ്ടാകും. യഹാ ബി ഐസെ ബോത്ത് വികാരി ആ ജാത്ത ജിസ്കോ അസുർ കഹാ ജാത്ത. ബാബ പറയാണ് ഇവിടെയും അത്തരത്തിലുള്ള വികാരികളൊക്കെ വരാറുണ്ട്. ശരിക്കും ബാപ്പണ അസുരനെ പോലെ ആയിരിക്കും. പഹചാൻ നഹീ റഹത്തി बहुत सेंटर्स पर भी विकारी जाते बहाना बनाते हम ब्राह्मण है परंतु ये झूठ. ബാബ പറയണ മധുബനത്തിൽ അത്തരത്തിലുള്ളവരും പോകാറുണ്ട്. സെൻറ്ററുകളിലാണെങ്കിലും പോലും ബാപ്പണ അത്തരത്തിലുള്ള കുട്ടികളും ഉണ്ട്. വികാരത്തിൽ പോവുകയും ചെയ്യും, പല കാരണങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. എന്നിട്ട് പറയും നമ്മൾ ബ്രാഹ്മണരാണ്. പക്ഷെ ബാപ്പണ അതൊക്കെ തികച്ചും നുണയാണ്. അങ്ങനെ ധാരണയില്ലാതെ വരുന്നവരും ഉണ്ട്. ഇസ്കോ കഹാ ഹി ജാത ജൂട്ടി ദുനിയ. ബാബ പറയണ ഈ ലോകം തന്നെ മിഥ്യമാണല്ലോ. ബാബ പറയണ പോകേണ്ടത് സത്യയുഗത്തിലേക്ക്, പുതിയ ലോകത്തേക്ക്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന എവിടെയാ? പഴയ ലോകത്തിൽ ഇങ്ങനെ നീന്തി 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 ഇപ്പോൾ ബാബ നമ്മളെ ഒരു കരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എവിടെയാ ചാലാട്ടില്ല, സംഗം യുഗത്തിൽ അല്ലേ? ഇപ്പം നമ്മളുള്ളത് എവിടെ? സംഗം യുഗത്തിൽ. कितना फर्क रहता जो झूठ बोलने वाले झूठा काम करने वाले ये थर्ड ग्रेड बनते हैं. ബാബ പറഞ്ഞ എത്ര അന്തരമുണ്ട് അല്ലേ? ബാബ നമ്മൾ സംഗമയുഗത്തിലേക്ക് എത്തിച്ച് നിൽക്കുകയാണ്. ബാബ എല്ലാ സത്യകാര്യങ്ങളും നമ്മുടെ സത്യജീവിതത്തെക്കുറിച്ചും ബാബ നമുക്ക് നല്ല അറിവ് നൽകി. എന്നാലും ബാബ പറയണ നോക്കൂ, നുണ പറയുന്നവർ, അത്തരത്തിലുള്ള തെറ്റായ പ്രവർത്തികൾ ചെയ്യുന്നവർ, കർമ്മം ചെയ്യുന്നവർ ബാബന് എത്ര തേർഡ് ഗ്രേഡ് ഉള്ളവരായി മാറുകയാണ്. ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് തോ ഹോത്താ ഹേതാ. അതിൻ്റെ മുകളിൽ സെക്കൻഡ് ഗ്രേഡ് ഫസ്റ്റ് ഗ്രേഡൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെ തന്നെ ചെക്ക് ചെയ്ത് നോക്കണം, ഞാൻ ഏത് ഗ്രേഡിലാണ് നിൽക്കുന്നത്. തേർഡ് ഗ്രേഡാണോ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡാണോ സെക്കൻഡ് ഗ്രേഡാണോ? ബാബ അതുകൊണ്ട് ആ സ്വഭാവങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. तो बाबा कहते पवित्रता का भी पूरा सबूत देना. कई कहते दोनों इकट्ठे रहकर पवित्र रहते, ये तो इम्പോസിബിൾ है. അപ്പോൾ ബാബ പറയണ പവിത്രതയെ പാലിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് നൽകുക. ചിലർ പുറമേ ഉള്ളവർ പറയുമല്ലോ, നിങ്ങൾക്ക് ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് പവിത്രമായിരിക്കുക, അത്തരത്തിലുള്ള സാത്വിക ജീവിതം നയിക്കുക, അത് അസാധ്യമാണെന്ന് പറയും. तो बच्चों को समझाना चाहिए. അപ്പോൾ ബാപ്പന് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൻ്റെ ആധാരത്തിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. യോഗബൽ ना होने कारण इतनी सहज बात भी पूरी रीति समझा नहीं सकते. ബാബ പറയുന്ന യോഗബലം ഇല്ലാത്തത് കാരണം കൊണ്ട് ഈ ഒരു കാര്യത്തെ പോലും എളുപ്പത്തിൽ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും മക്കൾക്ക് സാധിക്കുന്നില്ല. उनको ये बात कोई भी समझाते कि यहाँ हमको भगवान पढ़ाते हैं. അതായത് ബാബ പറഞ്ഞു തരണം ഇതുപോലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് ഭഗവാനാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. वो कहते पवित्र बनने से तुम 21 जन्म स्वर्ग के मालिक बनेगा. അതായത് ഭഗവാൻ പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ പവിത്ര ജീവിതം നയിക്കുകയാണെങ്കിൽ 21 ജന്മങ്ങളോളം നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയായി മാറും. അത് പവിത്ര ലോകമാണല്ലോ. പവിത്ര ലോകത്തിൽ ബാബ പറഞ്ഞ പതിതർക്കാർക്കും തന്നെ പോകാൻ സാധിക്കില്ല. അവിടെ യാതൊരു പ്രകാരത്തിലുള്ള 5 വികാരങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതിനെ ബാബ പറഞ്ഞ നിർവികാരി ലോകമെന്ന് പറയും. ഇത് ബാബ പറഞ്ഞ വികാരി ലോകമാണ് അല്ലേ? നമ്മൾ വിചാരിക്കും പറഞ്ഞ സാധാരണ ജനങ്ങളുടെ ഇടയിൽ അവരുടെ ധാരണ അവരാർക്കും ദുഃഖം കൊടുക്കുന്നില്ല, അഥവാ അവരവരുടെ പാടായി ജീവിച്ചു. പക്ഷെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിൽ എന്തുണ്ട്? വികാരങ്ങളുണ്ട്. हमको सत्यों की बादशाही मिलती तो हम एक जन्म के लिए क्यों नहीं पावन बनेंगे. അതായത് സത്യുഗി രാജ്യാധികാരം ഭഗവാൻ നമുക്ക് നൽകുമ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ജന്മം നമുക്കത് ത്യാഗം ചെയ്തുകൂടാ അല്ലേ? എന്ന് വെച്ചാൽ പവിത്രമായി ജീവിച്ചൂടാ, പാവനരായിക്കൂടാ. ജബർദസ്ത് ലോട്ടറി മിൽത്തി ഹേ ഹംകോ തോ ഖുഷി ഹോത്തി ഹെ. അപ്പോൾ ബാബ പറഞ്ഞ നമ്മൾ പുറമേ ഒരു ലോട്ടറി എടുക്കുകയാണെങ്കിൽ ഇത് അടിക്കില്ല എന്നുണ്ടാകും. പക്ഷെ ഇവിടെ ബാബ നൽകുന്നത് വളരെ പവർഫുൾ ആയിരിക്കുന്ന ലോട്ടറിയാണ്. അത് അടിക്കുക തന്നെ ചെയ്യും, അടിക്കില്ല എന്നൊന്നുമില്ല. പക്ഷെ ബാബ പറഞ്ഞ ആ ഒരു സന്തോഷം നമ്മളിൽ ഉണ്ടാകണം, ആ ഒരു ധാരണയും കൂടി നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അല്ലേ? നോക്കൂ, ദേവതകൾ എത്രമാത്രം പവിത്രരായിരുന്നല്ലോ. അപവിത്രതാസെ പവിത്ര ബി ബാബക്കോ ബനായേഗ, ബാബ് ഹി ബനായേഗ. അപവിത്രരായിരുന്നവർ നമ്മൾ പവിത്രരാക്കി മാറ്റുന്നതാരാണ്? അത് ബാബ തന്നെയാണ്.
तो बताना चाहिए हमको ये टेम्पटेशन है, बाप ही ऐसा बनाता है. അപ്പം നമുക്ക് പറയാൻ പറ്റണം നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമാണ് ദേവതകളാവുക. അത്തരത്തിൽ ദേവതകളാക്കി മാറ്റുന്നതും ആരാണ്? ബാബ തന്നെയാണ്. ബാബയല്ലാതെ പുതിയ ലോകം സ്ഥാപിക്കാനും സാധിക്കില്ലല്ലോ. മനുഷ്യസെ ദേവത ബനാന ഭഗവാൻ ഹി ആത്ത. മനുഷ്യനെ ദേവതയാക്കി മാറ്റാൻ തന്നെയാണ് ആര് വന്നിരിക്കുന്നത്? ബാബ. ജിസ്കി രാത്രി ഗായി ചാത്ത്. അപ്പോൾ ഭഗവാൻ വരുന്ന സമയം എപ്പോഴാണ്? കാലചക്രത്തിൻ്റെ രാത്രിയിലാണ്. അതുകൊണ്ടാണ് ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത്. ഏ ബി സംജായ ഹേ ജ്ഞാൻ ഭക്തി വൈരാഗ്യ, ജ്ഞാൻ ഹേ ഭക്തി ആദാ ആദാ. അപ്പോൾ ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരാണ് ജ്ഞാനം ഭക്തി വൈരാഗ്യം. അതായത് ജ്ഞാനം പിന്നീട് ഭക്തി, ഇത് രണ്ട് സമാസമാണ്. പകുതി കാലഘട്ടം നമ്മൾ ജ്ഞാനത്തിൽ, പകുതി കാലഘട്ടം നമ്മൾ ഭക്തിയിലാണ്. ഭക്തിക്ക് ശേഷമാണ് പിന്നീട് നമ്മളുടെ ജീവിതത്തിൽ എന്ത് വരിക? വിരക്തി. അവ്ഗർ ജാന യ ശരീരൂപി കപ്പടെ ഉത്താർ ദേന. ഇപ്പം നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകണം, ആത്മലോകത്തേക്ക് പോകണം. അതിനുവേണ്ടി നമ്മൾ ഈ ദേഹം ഇവിടെ തന്നെ ഉണ്ടാക്കണം, ഉപേക്ഷിക്കണം. ഈ ചേച്ചി ദുനിയാമേ നഹി റഹന. അപ്പം ഈ മോശമായിരിക്കുന്ന ലോകത്തിൽ ഇനി നമുക്ക് വസിക്കേണ്ടതില്ല. അത്രയും നമ്മൾ 84 ജന്മങ്ങൾ പൂർത്തീകരിച്ചല്ലോ. ഇനി നമ്മൾ പോകേണ്ടത് ശാന്തിധാമത്തിലേക്കാണ്. അതുകൊണ്ട് ബാബ പറയാണ് പെഹ്ലെ പെഹ്ലെ അലഫ് കി ബാത്ത് നഹി ഭൂൽനി ഹെ. മറക്കാൻ പാടില്ലാത്തൊരു കാര്യം എന്താണ്? ബാബയുടെ ഓർമ്മ ഒരിക്കലും മറക്കരുത്. യെ ബി ബച്ചെ സമസ്തേ പുരാനി ദുനിയ ഖത്തം ഹോനി ഹെ. ഇപ്പം നമ്മൾ കുട്ടികൾക്കറിയാം ഈ ലോകം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ബാബ പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ അനേക പ്രാവശ്യം ഇതുപോലെ വന്നതുമാണ്, സ്വർഗം സ്ഥാപിച്ചു പോയതുമാണ്. നരക വിനാശത്തോ ഹോ ജാന. ബാബണ് സ്വർഗം സ്ഥാപിച്ചെത്തുമ്പോഴേക്ക് എന്താകും? നരകത്തിൻ്റെ വിനാശം സംഭവിക്കും. ബാബ പറഞ്ഞ് നോക്കൂ, നരകം എത്ര വിശാലമായി വന്നിരിക്കുകയാണ് അല്ലേ? മുഴുവൻ ലോകം ഇന്നെന്തായി മാറി? സത്യത്തിലൊരു ഭൂഖണ്ഡം, മൊത്തമൊരു ഭൂഖണ്ഡം, ഭാരതത്തിൽ മാത്രം സ്വർഗം ഉണ്ടായിരുന്നു. ബാബ പറയണ ബാക്കിയെല്ലാം ഇപ്പോൾ എന്തായി? വിസ്താരത്തിലേക്ക് പോയി 7 ഭൂഖണ്ഡങ്ങളായിട്ട് മാറി. അത്രയും ജനസംഖ്യയും വർദ്ധിച്ചു. സ്വർഗം അതുകൊണ്ട് ബാപ്പണ് നരകത്തോട് കമ്പയർ ചെയ്യുമ്പോൾ സ്വർഗം വളരെ ചെറുതാണ്. നയ് ദുനിയാമേ ഏകി ധർമ്മ ഹോത്ത. എന്തുകൊണ്ട്? പുതിയ ലോകത്തിൽ ബാബ പറഞ്ഞ ഒറ്റ ധർമ്മം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം ആ ഒരു ധർമ്മത്തിൻ്റെ ജനസംഖ്യ, അതും ബാബ പറയണ ഇപ്പോഴുള്ള ജനസംഖ്യയിൽ ബാബ പറഞ്ഞ 4/1 എന്ന് പറയാനും ഇല്ല. അത്രയും കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. യഹാഹെ അനേക ധർമ്മ, ഏക ധർമ്മ കിസ്നെ സ്ഥാപൻ കിയ. ബാബ പറഞ്ഞു തരാണ് അവിടെ സത്യത്തിൽ ഒരു ധർമ്മം മാത്രം. ഇവിടെയാണെങ്കിലോ എത്രയധികം ധർമ്മമുണ്ട്. അപ്പം ആ ഏകധർമ്മം സ്ഥാപിച്ചതാര്? ബ്രഹ്മാനേത്തോ നഹി കിയ അല്ലേ? ബ്രഹ്മാവല്ലല്ലോ സ്ഥാപിച്ചത്. ബ്രഹ്മാഹി പതീത് സോഫി പാവൻ ബന്ത. ബ്രഹ്മാവ് നമ്മളെ പോലെ പതീത് അവസ്ഥയിൽ നിന്ന് ഇപ്പോഴെന്താവുകയാണ്? പാവനമായി മാറുകയാണ്. ഏക് മേരെ ലിയേ തോ നഹി കേങ്കെ പതീത് സോ പാവൻ. അപ്പം ബാബ പറഞ്ഞു തരാണ് പരമാത്മാവിനെ കുറിച്ചൊരിക്കലും പറയില്ലല്ലോ പതീത് സോ പാവൻ എന്ന്. പതീതത്തിൽ നിന്നും പാവനമാകുന്നത് ആരാ? പരമാത്മാവല്ല, നമ്മൾ ആത്മാക്കളാണ്. അപ്പം പാവനാവസ്ഥ അത് ലക്ഷ്മി നാരായണനാണ്. ബ്രഹ്മാക്കാദിൻ ഓ ബ്രഹ്മാക്കി രാത്ത്. അതുകൊണ്ട് കാലചക്രത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും പകുതി കൽപ്പം ബ്രഹ്മാവിൻ്റെ പകലും പിന്നീടുള്ള പകുതി കൽപ്പം ബ്രഹ്മാവിൻ്റെ രാത്രി. ഈ പ്രജാപിതാഹേന. ബാബണ് ബ്രഹ്മാവാര? പ്രജകളുടെ പിതാവാണ്. അപ്പോൾ ബ്രഹ്മാവ് ഏതുപോലെ പതീതാകും അതുപോലെ അവരുടെ കൂടെ തന്നെ അവരുടെ വംശത്തിൽപ്പെട്ടവരുണ്ടാകും, ആ ധർമ്മത്തിൽപ്പെട്ടവരൊക്കെ പതീതാകും. शिव बाबा को अनादि क्रिएटर कहा जाता, अनादि अक्षर बाप के लिए है. അപ്പോൾ ബാബ പറയണ അനാദി രചയിതാവാരാണ്? അത് പരമാത്മ തന്നെയാണ്. അപ്പം അനാദി എന്നുള്ള അക്ഷരം ചേർക്കപ്പെടുന്നത് ആരിലാണ്? ബാബയിലാണ്. ബാബ അനാദി തോ ആത്മായെ ബി അനാദി. അച്ഛൻ അനാദിയാണ് അല്ലേ? ബാബ പറഞ്ഞ അപ്പോൾ ആത്മാക്കളായിരിക്കുന്ന മക്കളും ആരാണ്? അനാദിയാണ്. ഈ ഡ്രാമയും കൂടി എന്താണ്? അനാദിയാണ്. അതുകൊണ്ട് ബാപ്പൺ ഇത് ഉണ്ടാക്കപ്പെട്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രാമയാണ്. സ്വ ആത്മാക്കോ സൃഷ്ടി ചക്രയ്ക്ക് ആദി മധ്യ അന്ത് ഡ്യൂറേഷൻ കാ ജ്ഞാൻ മിൽത്ത. അപ്പം ഞാൻ ആത്മാവിന് ബാബയിലൂടെ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെയും ഈ കാലചക്രത്തിൻ്റെ കാലാവധിയെക്കുറിച്ചുള്ള ജ്ഞാനം ലഭിച്ചിരിക്കാൻ. അപ്പം ഇതൊക്കെ നൽകിയതാരാ? ഇത്ര അറിവ് ലഭിച്ചത് ബാബയിൽ നിന്നും. ബാബ പറയുന്നത് നിങ്ങൾ 21 ജന്മങ്ങളോളം ധൻകെ ബൻ ജാത്തെ ഫിർ രാവണെ. ബാബ പറയുന്നത് സനാതന്മാരായി മാറുകയും നാഥനുള്ളവരായി മാറുകയും ചെയ്യും.
പിന്നീടുള്ള അരക്കൽപ്പം രാവണ രാജ്യം, അതോടെ നമ്മൾ അനാഥരായി മാറുകയും ചെയ്യും. യഹാസേഹി ക്യാരക്ടർ ബിഗഡത്തെ. ദ്വാപരയുഗം മുതലാണ് നമ്മുടെ സ്വഭാവ സംസ്കാരം മൊത്തം എന്താകും, മോശമാകാൻ തുടങ്ങുന്നത്, വികാരത്തിലേക്ക് വരാൻ തുടങ്ങുന്നത്. ബാക്കി ദോ ദുനിയായി നിഹി. അല്ലാണ്ട് ബാപ്പുണ്ട് രണ്ട് സൃഷ്ടിയോ രണ്ട് ലോകമോ ഇല്ല. മനുഷ്യത്തോ ഫിർ സമസ്തേ നർക്ക് സ്വർഗ സബ് ഇക്കട്ടെ ഹി ചലത്ത. മനുഷ്യരൊരു വിഭാഗക്കാർ പറയുന്നത് സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെയാ എന്ന് പറയാം. നല്ല കുടുംബം, നല്ല വീട്, നല്ല സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് സ്വർഗം. അഭി തും ബച്ചോം കോ കിത്ന ക്ലിയർ സംജായ ചാത്ത അഭി തും ഗുപ്ത് ഹോ. ഇവിടെ ബാബ നമ്മൾ കുട്ടികൾക്ക് ഓരോ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കി തരികയാണ്. ബാബപ്പണ് ലോകത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ആരാണെന്ന് പോലും അവർക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ബാപ്പണ് നിങ്ങൾ വളരെ ഗുപ്തമാണ്. ശാസ്ത്രമേത്തോ ക്യാ ക്യാ ലിഖാ ദിയ. ബാപ്പണ് ശാസ്ത്രങ്ങളിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. സൂത്ത് കിത്തന സുജാ ഹുവ. ബാബ പറഞ്ഞ ഈ നൂല് ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്നത് പോലെ മൊത്തത്തിൽ മനുഷ്യരെന്തായിരിക്കുകയാണ്, മൊത്തം സംശയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഒരു തിരുവാടും ഇല്ല. സിവായ് ബാബ്ക്കെ കൊയ് സുൽജാനാ സഖ്യ. ഈ ബാപ്പണി കെട്ടുകളൊക്കെ അഴിച്ചു മാറ്റാൻ വരുന്നത് ആരാണ്? ശുബാബ തന്നെയാണ്. ഉനേഹി പുക്കാർത്തി ഹം കൊയ് കാം കെ നഹി രഹെ. അതുകൊണ്ട് ഭഗവാനെ വിളിക്കാൻ തുടങ്ങി. നമ്മൾ യാതൊരു ഉപയോഗത്തിനും ഇല്ലാത്തവരായി മാറിയിരിക്കുകയാണ്. വന്ന് ഞങ്ങളെയും പാവനമാക്കൂ, നമ്മുടെ സ്വഭാവ സംസ്കാരത്തെ നന്നാക്കൂ എന്ന്. തുമാരെ കിത്തനെയോ ക്യാരക്ടർ സുധർത്തേ ഹെ. കൊയ് കൊയ്ക്കെ തോ സുധർത്തേ ബദലെ ഓർ ഹി ബിഗഡ്ത്തേ ഹെ. അപ്പോൾ ബാബ പറയുന്ന ബ്രാഹ്മണരായി മാറിയപ്പോൾ നമ്മളിൽ എത്ര മാറ്റങ്ങൾ വരുന്നുണ്ട്, പരിവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ചില കുട്ടികൾ ബാബപ്പണ് ഇവിടെ വന്ന് നന്നാകുന്നതിന് പകരം അങ്ങേയറ്റം മോശമായി മാറുന്നവരുമുണ്ട്. ചലൻ സേബി മാലം പഠിച്ചാത്ത അല്ലേ. ബാബപ്പണ് നടപ്പിലൂടെ മനസ്സിലാക്കും ഇവരേത് തലത്തിലേക്കാണ് പോകുന്നത് അല്ലേ. ബ്രാഹ്മണനായിരിക്കാം, പക്ഷെ ബാബ പറയുന്നത് നമ്മളെ മോശമാക്കി മാറ്റുന്നത് ഏതാ? ബാബ എപ്പോഴും പറയാറുണ്ട് ദേഹാഭിമാനം അല്ലേ. ബാബ പറയുന്നത് ഇതുവരെ മിഥ്യദേഹാഭിമാനത്തിലായിരുന്നു, ദേഹം എന്നുള്ള ബോധത്തിൽ. അതുകൊണ്ട് ദേഹം കൊണ്ട് എന്തൊക്കെ നേടി അതിൻ്റെ ഒക്കെ അഹങ്കാരത്തിലായിരുന്നു. ജ്ഞാനത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ നേരെ ഉൾട്ടയിലേക്ക് പോകും അല്ലേ. നമ്മൾ വളരെ ജ്ഞാനിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര വർഷത്തെ ജ്ഞാനിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നതാണ് അതാണ് ഇതാണെന്നൊക്കെ അങ്ങനെയും ബാബ പറയണ എന്താകും, നമ്മളുടെ നടപ്പിൽ നമ്മുടെ സ്വഭാവം വീണ്ടും വീണ്ടും മോശമാകും. അതുകൊണ്ട് ബാബ പറയും ചലൻസേഹി മാലും പെടുത്ത. ബാപ്പണ് അവരുടെ നടപ്പിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആജ് മഹാരഥി ഹംസ് കേലാത്തി കൽബഗുലാബൻ പെടുത്ത. ഇന്ന് ബാബപ്പൻ്റെ മഹാരഥിയായിരിക്കും, അരയന്നത്തെ പോലെ ഉണ്ടാകും. ബാബ വിചാരിക്കും ആയിക്കുട്ടി നല്ല ഫസ്റ്റ് ക്ലാസ്സാണ്, നല്ല സേവനമൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം. നാളെ നോക്കുമ്പോൾ എന്താകും, കൊക്കായി മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് ബാബ പറയണ അരയന്നം കൊക്കായി മാറാൻ അധിക സമയമൊന്നും വേണ്ട. എന്തുകൊണ്ടാണ്? ഒരു നിമിഷം നമുക്ക് പറയാൻ പറ്റില്ല ഇവരൊക്കെ ഓക്കെയാ അല്ല. കാരണം 63 ജന്മങ്ങളുടെയാണ് നമ്മുടെ ഉള്ളിൽ സംസ്കാരം. അത് ഒരു ദിവസം കൊണ്ട് മാറുമോ? ഇല്ല. ബാബപ്പനെ നിത്യേന അഭ്യാസം ചെയ്ത് നമ്മൾ എത്രമാത്രം സേവനത്തിൽ മുഴുകുന്ന അത്രത്തോളം ഉണ്ടാകും നമുക്ക് നമ്മളിലെ മാറ്റം, അല്ലെങ്കിൽ നമ്മളിൽ എന്തെല്ലാം കുറവുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അല്ലാതെ ഒന്നും നമുക്ക് മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ബാബ പറഞ്ഞു തരണം മായാബി ഗുപ്തേന. നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മുടെ പഴയ ഫ്രണ്ട് ഉണ്ട്. പഴയ ഫ്രണ്ട് ആരാ? മായയുണ്ട്. ക്രോധ് കൊയ് ദേഖ്നമത്തോടെ ഹി ആത്ത. ക്രോധത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റും, ഇതാണ് ക്രോധം ഇല്ല. ചില സന്ദർഭങ്ങളിലൊക്കെ എന്താകും, ക്രോധം നമ്മൾ പുറത്തേക്ക് വരും. ഭൗഭൗ കർത്തേ രഹത്തെ. ദേഷ്യപ്പെട്ടാൽ പിന്നെ എങ്ങനെയാ ഉണ്ടാവുക? ദേശാകത്ത് കയറി എങ്ങനെയാ ഉണ്ടാവുക? അറിയോ? ദേഷ്യപ്പെട്ട എങ്ങനെയാ ഉണ്ടാവുക? ബാബ പറയാണ് നായിയെ പോലെ ബോ 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 ഒച്ച വരില്ലേ, ശബ്ദിക്കാൻ തുടങ്ങും. ഫിർ വോ ബാഹർ നിക്കലിനെ ദിക്കായിപ്പെടുത്ത. ഉള്ളിൽ ക്രോധം ഉണ്ടോ ഇല്ല എന്നുള്ളത് അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വല്ല മെഷീനുണ്ടോ നോക്കണം അല്ലേ. പക്ഷെ പുറത്തേക്ക് ശബ്ദം വരുമ്പോഴാണ് അറിയാം ഇവർ ദേഷ്യത്തിലാണ്. ഫിർ ആശ്ചര്യത്ത് ഭാഗത്ത്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അങ്ങനെ കുറവുകളുണ്ട്, നമുക്കതിനെ നികത്താൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള കുറവുകളെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല എങ്കിൽ ബാപ്പൻ ആശ്ചര്യത്തോടെ വരും, ബാബയുടെ ജ്ഞാനം കേൾക്കും. അതേ സ്പീഡിൽ തന്നെ ചെറിയൊരു കാര്യം മതി അവരെന്താകും പുറത്തേക്ക് പോകും. അതുകൊണ്ട് ബാബ തന്നെ പറയാറുണ്ട് എത്ര ബാബയുടെ കുട്ടികളാണ് വീണ് പോയിരിക്കുന്നത്. ബാബ പറഞ്ഞ ഒറ്റടിക്ക് കല്ലായി മാറിയിരിക്കുന്നവർ. ഇന്ദ്രസഭാക്കി ബാത്തേന്. ബാബ പറഞ്ഞ ഇത് ഇന്ദ്രസഭയാണല്ലോ. അതുകൊണ്ട് ബാബ പറയണ ബാബ ആരെയും ശപിക്കാറില്ല. തൻ്റെ കർമ്മം തന്നെ എന്തായി മാറും, തന്നെ ശപിക്കുന്നതായിട്ട് മാറും.
മാലും തോ പഠി ജാത്ത. ബാബയ്ക്ക് എല്ലാം അറിയാൻ പറ്റില്ല ആരെങ്ങനെയുള്ള കുട്ടികളാണെന്ന്. ऐसे फिर सभा में नहीं आना चाहिए. അതുകൊണ്ട് ബാപ്പൺ ഇത് ഇന്ദ്രൻ്റെ സഭയാണ്, പരമാത്മാവിൻ്റെ സഭയാണ്. അതുകൊണ്ട് ബാപ്പൺ അത്തരത്തിലുള്ള അസുരന്മാരൊന്നും ഇവിടത്തേക്ക് വരരുത്. എവിടെ ബാബ മധുബനത്തിലെ കാര്യം പറയാണ്. തോടാ ബോത്ത് ജ്ഞാൻ സുന തോ സ്വർഗമേ ആഹി ജാത്ത. പക്ഷെ ബാബ പണ എൻ്റെ മക്കളാണ് എല്ലാവരും. കുറച്ച് ജ്ഞാനം എടുത്താലും കുറേ ജ്ഞാനം എടുത്താലും. അപ്പം കുറച്ച് ജ്ഞാനം എടുത്തവരാണെങ്കിൽ പോലും ബാപ്പൺ അവർ സ്വർഗത്തിൽ വരും. ജ്ഞാൻ കാ വിനാശ് നഹി ഹോ സക്ത. എന്തുകൊണ്ട്? ബാബ നൽകിയിരിക്കുന്ന ജ്ഞാനം അത് ബീജമാണ്, അതൊരിക്കലും എന്താവുകയില്ല, നാശാവുകയില്ല. अब बाबा कहते तुमको पुरुषार्थ कर ऊंच पद पाना. ബാബ നമുക്ക് ഉപദേശം നൽകുകയാണ്, നിങ്ങൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി നേടണം. അക വികാരമേ ഗയത്തോ പദഭ്രഷ്ട കർ ദേഗ. അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തെങ്കിലും വികാരത്തിന് വശമാകുന്നു എങ്കിൽ വീണ്ടും എന്താകും? പദവി ഭ്രഷ്ടമാകും. സൂര്യവംശി ചന്ദ്രവംശി ബനേങ്കെ ഫിർ വൈശ്യവംശി ശൂദ്രവംശി. നമ്മളായിരുന്നു സൂര്യവംശി ചന്ദ്രവംശികൾ, പിന്നീട് നമ്മൾ തന്നെ എവിടത്തേക്ക് ഇറങ്ങും? വൈശ്യവംശത്തിലേക്കും ശൂദ്രവംശത്തിലേക്കും. अभी तुम समझते हो ये चक्र कैसे फिरता. ഇപ്പം നമ്മൾ കുട്ടികൾക്കറിയാം, എന്തറിയാം? ഈ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്. वो तो कलयुग की आयु ही 40,000 वर्ष के देते. ബാബ പറഞ്ഞു തരണ ഭക്തിയിൽ ഇപ്പോഴും പറയുന്നത് എന്താ? ശാസ്ത്രങ്ങളിൽ കലിയുഗത്തിൻ്റെ ആയുസ് 40,000 വർഷം എന്നാണ്. അപ്പോൾ ബാപ്പണ് സീഡി തോ നീച്ചേ ഉത്തർനി ഹോത്തി ഹേന. ബാബപ്പണ് എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ. ബാപ്പണ് ഏണിപ്പടി നമ്മൾ ഇറങ്ങി വന്നു. അപ്പോൾ ബാബപ്പണ് 40,000 വർഷം എന്ന് പറയുമ്പോൾ അത് മനുഷ്യരുടെ കണക്കാണ്. അപ്പോൾ 40,000 വർഷം ഉണ്ടാകുമ്പോൾ ഇന്നേക്ക് എത്ര മനുഷ്യരുടെ സംഖ്യ ഉണ്ടാകണം? 5000 വർഷത്തിൻ്റെ ജനസംഖ്യയാണ് ഈ 850 കോടി. 40,000 വർഷം എന്ന് പറയുമ്പോൾ ഇനി എത്ര ജനസംഖ്യ കൂടണം? ജോ കാനെ കോ നഹി മിൽത്ത. ഇപ്പം തന്നെ 5000 വർഷത്തിൻ്റെ ഈ ജനസംഖ്യ പറഞ്ഞ 850 കോടിയിൽ ബാബ പറഞ്ഞു തരണ എത്ര പട്ടിണി കിടക്കുന്നവരുണ്ട്, ധാന്യങ്ങൾ കിട്ടാത്ത അവസ്ഥയുണ്ട്. तो इतने 1000 वर्षों में कितने वृद्धि हो जाएगा. तो बाप आकर धीरज देता. पतित मनुष्यों को तो लड़ना ही है. അപ്പം ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്, ഇത്രയും ഈ ഒരു ജനസംഖ്യയിൽ തന്നെ ഇത്രയധികം ദുഃഖവും കഷ്ടപ്പാടുണ്ടാകുമ്പോൾ 40,000 വർഷമാകുമ്പോൾ എത്രമാത്രം വളർച്ചയുണ്ടാകും എന്ന് വെച്ചാൽ എന്ത് വളർച്ച? ജനസംഖ്യ. അത്ര ആത്മാക്കളില്ലല്ലോ. 5000 വർഷത്തിൻ്റെ ഡ്രാമയാണ്. അപ്പോൾ ബാബ നമുക്ക് സമാധാനപ്പെടുത്തുകയാണ്. ബാബ പറയണം, ഈ പതിത ലോകം മാറി പുതിയ ലോകത്തേക്ക് നമ്മൾ പോകണം. പതിത മനുഷ്യർക്കിടയിലാണ് യുദ്ധം ഉണ്ടാവുക. ഉനോക്കി ബുദ്ധി ഇസ്തറഫാനാസക്കെ. അവരുടെ ബുദ്ധി ഒരിക്കലും ദൈവീകതയിലേക്ക് വരാൻ സാധ്യത. അവർ യുദ്ധം ചെയ്ത് തന്നെ മരിക്കും. अब तुम्हारी बुद्धि देखो कितनी बदलती है, फिर भी माया धोखा जरूर देती. ഇപ്പോൾ ബാബ നൽകുന്ന ജ്ഞാനവും നമ്മുടെ റിയലൈസേഷനിലൂടെ ബാബ പെണ്ണ് ഒത്തിരി നമ്മുടെ ഉള്ളിൽ തന്നെ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇടക്കാര് ചതിക്കും മായ. അതുകൊണ്ടാണ് ബാബ പെണ്ണ് ഇച്ഛ മാത്രം അവിദ്യ. ചതിക്കപ്പെടുന്നത് എപ്പോഴാ? സീത ചതിക്കപ്പെട്ടത് എപ്പോഴാ? അല്ലേ? ആ പൊന്മാന് വന്നപ്പോഴല്ലേ. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, നമ്മൾ ചതിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ വേഷത്തിലും ചിലപ്പോൾ നോട്ടത്തിലെല്ലാം നമ്മൾ എന്താക്കും? മായ നമ്മൾ ചതിക്കും. അതുകൊണ്ടാണ് ബാബ പറഞ്ഞ് യാതൊന്നിനോടും നമുക്ക് എന്തുണ്ടാകരുത്? ഇച്ഛ, അല്ലേ? ആസക്തി, ആഗ്രഹം ഒന്നിനോടും വേണ്ടാന്ന് ബാബ പറഞ്ഞു. നമുക്ക് ജീവിക്കാൻ എന്താ വേണ്ടത്? ബാബുണൊരു മനുഷ്യൻ എന്താ വേണ്ടത്? അതുപോലെ അതിലപ്പുറത്തേക്ക് എന്തിനാണ് നമുക്ക് ഇച്ഛാഗ്രഹം വരേണ്ടത്? അപ്പോൾ ബാപ്പുണ്ട് ബ്രാഹ്മണരിൽ അങ്ങനത്തെ ഒന്നും ഇച്ഛ ഉണ്ടാവില്ലല്ലോ. ബ്രാഹ്മണരിൽ എന്തൊക്കെ ഇച്ഛ ഉള്ളത് എന്നുള്ളത് നമ്മൾ സ്വയം നോക്കണം. എന്നെ ഇങ്ങനെ ചങ്ങലയ്ക്ക് ഇട്ട് വെക്കുന്നത് ആരാ? അല്ലേ? മുന്നോട്ട് പോകാൻ പറ്റാണ്ട് നമ്മൾ പുറകിലേക്ക് ചരട് വലിക്കുന്നത് പുറമെയുള്ളവരല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ അത്തരത്തിലുള്ള സൂക്ഷ്മതയിലുള്ള ഇച്ഛകൾ. അതിനെ ബാബ പെണ്ണ് കണ്ടെത്തി അതിനെ ഇല്ലാതാക്കണം. അതുകൊണ്ടാണ് ബാബ ഒറ്റ വാക്കിൽ പറയുന്നത് ഇച്ഛ മാത്രം അവിദ്യ. ഇച്ഛ എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ ഉണ്ടാകണം. കൊയ് ഇച്ഛ കീത്തോ ഗയ. ബാപ്പണ് എന്തെങ്കിലും ഇച്ഛ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതോടെ നിങ്ങൾ പോയി എന്നാണ് ബാപ്പണ്.
അതായത് വേർത്ത് നോട്ട് എ പെനി ബൻ ചാത്ത, എന്തെങ്കിലും പ്രകാരത്തിലുള്ള ഭൗതിക ആസക്തി നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ, സ്ഥൂലമായിരിക്കുന്ന ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ, അതോ നമുക്ക് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ, ബാബ പറഞ്ഞ ചില്ലിക്കാശിന് പോലും മൂല്യമില്ലാത്ത അവസ്ഥയിലേക്ക് വീണ്ടും നമ്മൾ വീണു പോകും. अच्छे अच्छे महारथियों को भी माया कोई ना कोई प्रकार से कभी धोखा देती रहती है. ബാബ പറഞ്ഞ് ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ അഹങ്കരിച്ച് പോകണ്ടെന്ന് പറയാണ്. ബാബ പറഞ്ഞ് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നലുണ്ടാവുമല്ലോ നമ്മൾ നല്ലൊരു മഹാരഥിയാണെന്നൊക്കെ, നമ്മൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ആകാശത്തോളം മുട്ടും. അപ്പോൾ ബാബ പറയണ ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ മായ നമ്മളെന്താകും, ചതിക്കും. അതുകൊണ്ട് ബാപ്പയുടെ വളരെ സൂക്ഷ്മ നിരീക്ഷണം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഫിർ വോ ദിൽ പർ ചढ़ नहीं सकता, അങ്ങനെ തോറ്റ് നമ്മൾ താഴോട്ട് ചതിക്കപ്പെട്ട് വീണു പോയാൽ അവർക്ക് ബാബയുടെ ഹൃദയത്തിലേക്ക് വീണ്ടും കയറി കൂടണമെങ്കിൽ, ബാബയുടെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടണമെങ്കിൽ പിന്നെ വലിയ പ്രയാസമാകും. ബാപ്പനെ കയറാൻ പറ്റില്ല എന്ന് ബാബ പറയണം. ജയ്സെ ലൗകിക് മാ ബാപ് കെ ദിൽ പർ നഹി ചढ़ते. ഇപ്പോൾ ബാബ പറഞ്ഞ സാധാരണ വീടുകളിലും അങ്ങനെയല്ല. അച്ഛനമ്മമാർക്ക് ഒരു പക്ഷേ കുട്ടി അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നില്ല, എതിരെ പോകുന്നു എങ്കിൽ പതിയെ പതിയെ ആ കുട്ടിയോടുള്ള ആ ഒരു ഇതെന്താകും, അവരുടെ മനസ്സിൽ നിന്നും വിട്ടുപോകും, അവരുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല. कोई तो बच्चा ऐसे होता जो माँ बाप को भी ख़त्म कर देता. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ലേ, അച്ഛനമ്മമാരെ പോലും കൊന്നുകളയുന്ന അവസ്ഥ. പരിവാർ കോ ഖത്തം കർ ദേത്ത, കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുന്ന കാലഘട്ടമാണ് ഇന്ന്. മഹാൻ പാപ്പാത്മായി ഹെ. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ കർണാടകയിൽ അച്ഛനെ കൊന്നാൽ 1 കോടിയുടെ ഇൻഷുറൻസ് കിട്ടുമെന്ന് അറിഞ്ഞതുകൊണ്ട് 2 സഹോദരന്മാർ കൂടിയിട്ട് അച്ഛനെ ഇല്ലാതാക്കി. അതുകൊണ്ട് ബാബ പറഞ്ഞ അത്രയും മഹാൻ പാപാത്മാക്കളുടെ ലോകമാണ്. രാവൺ രാജ് കർ ദേത്ത ബഹുത് ഡേർട്ടി ദുനിയാ ഹെ. ബാബ പറഞ്ഞ തന്നെ രാവണ രാജ്യത്തിൽ നോക്കൂ, രാവണൻ എന്തൊക്കെയാണ് മനുഷ്യനെ കൊണ്ട് ചെയ്തു കൂട്ടുന്നത്. അത്രയും മോശപ്പെട്ട ലോകമാണിത്. മോശം എന്ന് പറയാൻ ബാബയുടെ വാക്കില്ല, അത്രയധികം പതനത്തിലാണ്. ഇൻസെ കബി ദിൽ നഹി ലഗാനി ഹെ. അതുകൊണ്ട് ബാബ പണി ലോകത്തോട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആസക്തിയോ മോഹമോ വേണ്ട. പവിത്ര ബന്നേക്ക് ബടി ഹിമ്മച്ചായി. പക്ഷെ ഈ ലോകത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് എന്താകണം, പവിത്രമാകണം. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ പവിത്രമായി ജീവിക്കാനും നിങ്ങളുടെ ഉള്ളിൽ ധൈര്യം വേണം. വിശ്വ കെ ബാദ്ഷാഹി കി പ്രൈസ് ലേനെ കേലെ പവിത്രത മുഖ്യം. വിശ്വത്തിൻ്റെ രാജ്യാധികാരത്തിൻ്റെ ആ സമ്പത്ത് നേടാൻ ബാബ പറഞ്ഞ പവിത്രതയാണ് പ്രധാനം. ഇസ്ലിയെ ബാബ കോ കേത്തേ ഹെ കി ആക്ക പാവൻ ബനാവോ. അതുകൊണ്ടാണ് ഭക്തിമാർഗം മുഴുവൻ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ വന്ന് ഞങ്ങളെ പവിത്രവും പാവനമാക്കി മാറ്റൂ എന്ന്. अच्छा, मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग, नमस्ते नमस्ते नमस्ते. धारणिकुള്ള പ്രധാന പോയിന്റ്, माया के धोखे से बचने के लिए इच्छा मात्रम अविद्या बनना. മായയുടെ ചതിയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇച്ഛ മാത്രം അവിദ്യരാകും. ഇച്ഛയിൽ നിന്നും അവിദ്യരായി മാറണം. ये डर्टी दुनिया से दिल नहीं लगानी है. ഈ മോശമായ അഴുക്കുള്ള ഈ ലോകത്തോട് യാതൊരു തരത്തിലുള്ള മോഹം വെക്കരുത്. 2. പവിത്രത കാ പൂരാ പൂരാ സബൂത്ത് ദേന. ബാബ പറഞ്ഞ പവിത്രതയുടെ തെളിവ് നൽകണം. പവിത്രതയുടെ തെളിവ് നൽകണം. ഏറ്റവും ഉയർന്ന സംസ്കാരം അതോ സ്വഭാവം എന്നത് അത് പവിത്രതയാണ്. ഏറ്റവും ഉയർന്ന സംസ്കാരത സ്വഭാവമാണ് പവിത്രത. अपने आप को सुधारने के लिए पवित्र जरूर बनना. അവനവനെ നന്നാക്കുന്നതിന് വേണ്ടി തീർച്ചയായും പവിത്രരാകണം. वरदान. त्रिकालदर्शी स्थिति में स्थित रह
सदा अचल और साक्षी रहने वाले നമ്പർ 1 തക്ദീർവാൻ ഭവ. ത്രികാലദർശി സ്ഥിതിയിൽ സ്ഥിതി ചെയ്തിരുന്നുകൊണ്ട്, ത്രികാലദർശി സ്ഥിതി അതാണ് നമ്മുടെ സീറ്റ്. ത്രികാലദർശി സ്ഥിതിയിലിരുന്നു കൊണ്ട് സദാ അചഞ്ചലരും സാക്ഷിയുമായിരിക്കുന്ന നമ്പർ 1 ഭാഗ്യവാനായി ഭവിക്കും. അചഞ്ചലരും സാക്ഷിയുമായിരിക്കുന്ന നമ്പർ 1 ഭാഗ്യശാലിയായി ഭവിക്കും. त्रिकालदर्शी स्थिति में स्थित होकर हर संकल्प, हर कर्म करो, हर बात को देखो. ത്രികാലദർശി സ്ഥിതിയിലിരുന്നു കൊണ്ട് ഓരോ സങ്കല്പം ചെയ്യുക, ഓരോ കർമ്മം ചെയ്യുക, ഓരോ കാര്യങ്ങൾ പറയുക. അവിടെ എന്ത്, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യചിഹ്നം ഉണ്ടാകരുത്. പകരം സദാ ഫുൾ സ്റ്റോപ്പ്. എന്ത്, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യചിഹ്നമില്ലാതെ സദാ ഫുൾ സ്റ്റോപ്പ്. നത്തിങ് ന്യൂ, ഇതൊന്നും പുതിയതല്ല. ഡ്രാമജ്ഞാനമാണിത്. ഇതൊന്നും പുതിയതല്ല. हर आत्मा के पार्ट को अच्छी तरह से जानकर पार्ट में आओ. ഓരോ ആത്മാവിൻ്റെയും പാർട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി തൻ്റെ റോൾ അഭിനയിക്കണം. മറ്റുള്ള ആത്മാക്കളുടെയും പാർട്ട് മനസ്സിലാക്കി തൻ്റെ റോള് അഭിനയിക്കണം. ആത്മാക്കളുടെ സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോഴും നിർമോഹിയും സ്നേഹിയുമാകുന്നതിൻ്റെ സമാനതയിൽ, നിർമോഹിയും പിന്നീട് സ്നേഹിയുമാകുന്നതിൻ്റെ സമാനത ഉള്ളവരാകും. അപ്പോൾ കോളിളക്കങ്ങൾ, അതായത് നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താകും? ഇല്ലാതാകും. ऐसे सदा अचल और साक्षी रहना. അത്തരത്തിൽ സദാ അചഞ്ചലരും പിന്നീട് സാക്ഷിയുമായിരിക്കുക. ഇത് തന്നെയാണ് നമ്പർ 1 ഭാഗ്യവാൻ ആത്മാവിൻ്റെ ലക്ഷണം. അചഞ്ചലരും സാക്ഷിയുമായിരിക്കുക, ഇത് തന്നെയാണ് നമ്പർ 1 ആത്മാവിൻ്റെ ലക്ഷണം. എല്ലാവർക്കിടയിലും നമുക്ക് ഇടപഴകാനും പറ്റണം. എന്നാലോ ബാപ്പയുടെ നിർമോഹിയും പിന്നീട് സ്നേഹിയുമാകുന്നതിൻ്റെ ബാലൻസ് ഉണ്ടായിരിക്കണം. स्लोगन. सहनशीलता के गुण को धारण करो तो कठोर संस्कार भी शीतल हो जाएंगे. സഹനശീലതയുടെ ഗുണം തന്നിൽ ധാരണ ചെയ്യുക. അപ്പോൾ എത്ര കടുത്ത സംസ്കാരമുണ്ടെങ്കിലും അത് ശീതളമാകും. എത്ര കടുത്ത സംസ്കാരമുള്ളവരാണെങ്കിലും അത് ശീതളമാകും. ഇന്നത്തെ അവ്യക്തിശാര. आप लोगों का स्लोगन है मुक्ति और जीवन मुक्ति हमारा जन्म सिद्ध अधिकार है. ബാബ പറഞ്ഞ നിങ്ങളുടെ മുദ്രാവാക്യമാണ് മുക്തി പിന്നീട് ജീവൻ മുക്തി എന്നത് നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ്. പരന്താം മേ തോ യേ ബതാ ഹി നഹി പടേഗാ कि मुक्ति क्या है. പരന്താമത്തിൽ ഇതൊന്നും അറിവുണ്ടാവില്ലല്ലോ, മുക്തി എന്താണ്, ജീവൻ മുക്തി എന്താണെന്ന്. അപ്പോൾ ബാപ്പണ് ഇതിൻ്റെയൊക്കെ അനുഭവം ഈ ബ്രാഹ്മണ ജീവിതത്തിൽ ഇപ്പോൾ തന്നെയാണ് ചെയ്യാൻ. യഥാർത്ഥ ശാന്തി എന്താണെന്നും യഥാർത്ഥ ആത്മസുഖം എന്താണെന്നും ബാപ്പണ് അത് അനുഭവം ചെയ്യേണ്ടത് എവിടെയാണ്? സംഗമയുഗത്തിൽ തന്നെ. അച്ഛാ, ഓം ശാന്തി. എന്ന് മുഴുവൻ മുരളിയുടെ സാരം ബാബ എന്താ പറഞ്ഞത്? ഇച്ഛാ മാത്രം അവിദ്യ. ബാബ പറഞ്ഞ എല്ലാ വിധത്തിലുള്ള കാമനകളിൽ നിന്ന് നമുക്ക് വിജയം നേടാൻ പ്രാപിക്കണം. അതിലും ബാബ പറഞ്ഞ കാമം മഹാശത്രുവിന്മേൽ നിങ്ങൾ വിജയം നേടും എന്ന് വെച്ചാൽ പവിത്രതയെ തൻ്റെ യഥാർത്ഥമായിരിക്കുന്ന വ്യക്തിത്വം ധാരണ ചെയ്യണം. അപ്പോഴേ ബാപ്പണ് കാമത്തെ ജയിച്ച് ലോകത്തെ ജയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അതിലും പ്രധാനമായിട്ട് ബാബൻ എന്താ പറഞ്ഞത്?
ബാബ പറയാം, നിങ്ങളിലൂടെ എന്താണ്, നിങ്ങളുടെ കർമ്മത്തിലൂടെ, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് എന്താണ് സാക്ഷാത്കാരം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഏത് രൂപം കാണണം? മറ്റുള്ളവർക്ക് ഏത് രൂപമാണ് നമ്മളിൽ കാണേണ്ടത്? ഹംസം, അല്ലേ? ദേവതാസ്വരൂപം. അല്ലാതെ ബാപ്പണ് കൊക്ക് പോലെ ആകരുത് എന്ന്, അല്ലേ? അപ്പോൾ ബാബ അതിനെ വേർതിരിച്ച് പറഞ്ഞു തന്നു. കൊക്കാകുമ്പോഴെന്താകും? ദുഃഖം കൊടുക്കും, അല്ലേ? കൊക്ക് എന്ന് പറഞ്ഞാൽ ദുഃഖം കൊടുക്കും. ഹംസം എന്ന് പറഞ്ഞാൽ, അരയണ്ണം പറഞ്ഞാൽ എല്ലാവർക്കും സുഖം കൊടുക്കും, അല്ലേ? അപ്പം നമ്മളുടെ ഉള്ളിൽ ചെക്ക് ചെയ്യണം, ഞാൻ കൊക്കാകുന്നുണ്ടോ അല്ലെങ്കിൽ ഹംസമാകുന്നുണ്ടോ. പിന്നെ ബാബ പറഞ്ഞത്, ഈ ലോകത്തിൽ കാണുന്നതൊക്കെ എന്താവുകയാണ്? നശിക്കാൻ പോവുകയാണ്. വരാൻ പോകുന്നത് നമ്മുടെ രാജധാനിയാണ്. അപ്പം രാജധാനി സ്ഥാപിക്കാൻ ബാബ വന്നിരിക്കുകയാണ്. ആ രാജധാനിയിലേക്ക് യോഗ്യനാക്കുന്നതും ആരാ? അതും ബാബ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ബാബ എന്താണ് നമ്മളോട് പറയുന്നത്? ബാബന് കേവലം ഈ ഒരു ജന്മത്തിൽ പവിത്രമായിട്ടുള്ള ജീവിതം നയിക്കാനാണ് പറയുന്നത്, അല്ലേ? ആ പവിത്രമായിരിക്കുന്ന ജീവിതം നമ്മൾ ഇവിടെ നയിക്കുമ്പോൾ ബാബപ്പണ് ബാക്കിയുള്ള 21 ജന്മം നമ്മുടെ എന്തായിരിക്കും? പവിത്ര ലോകത്തിൻ്റെ അധികാരിയായി മാറും. പക്ഷെ ബാപ്പണി എല്ലാ സുഖം, ആ പവിത്രമായിരിക്കുന്ന ജീവിതം, ഇതൊക്കെ നമ്മൾ അനുഭവം ചെയ്യേണ്ടത് എവിടെയാണ്? സംഗമയുഗത്തിൽ തന്നെ. അതുകൊണ്ട് ബാബ നമ്മളെ കലിയുഗത്തിൽ നിന്ന് എവിടെ എത്തിച്ചിരിക്കുകയാണ്? സംഗമയുഗത്തിൽ. ഓം ശാന്തി. महाज्योति को याद करो हे योगी बड़े प्यार से। महाज्योति को याद करो हे योगी बड़े प्यार से। बन के फरिश्ता उड़ चलो के फरिश्ता उड़ चलो हे योगी संसार से, हे योगी संसार से। महाज्योति को याद करो हे योगी बड़े प्यार से। बन के फरिश्ता उड़ चलो हे योगी संसार से, हे योगी संसार से। महाज्योति को याद करो हे योगी बड़े प्यार से। ज्योति की वो दुनिया है न्यारी, शांति वहाँ की लगती है प्यारी, शांति वहाँ की लगती है प्यारी। ज्योति की वो दुनिया है न्यारी, शांति वहाँ की लगती है प्यारी, शांति वहाँ की लगती है प्यारी। बुला रहा है पिता तुम्हारा, हो बुला रहा है पिता तुम्हारा अपनी मीठी पुकार से, अपनी मीठी पुकार से। महाज्योति को याद करो हे योगी बड़े प्यार से।